ജീവിതവും എന്ന വിഷയത്തിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. കുറച്ചുകൂടി നിങ്ങളുമായി താഴെ ഇറങ്ങി നിങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കണം എന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ വീഡിയോ ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ നിന്ന് സംസാരിക്കാം. പക്ഷേ ഒരു പ്രഭാഷണ സ്റ്റൈലിൽ ഞാനിവിടുന്ന് കുറേ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നതിനപ്പുറത്ത് നമുക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോലെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ? അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ മടിയുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട്, കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ കഴിയും എന്ന് വിചാരിക്കാം. സി രാധാകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സി രാധാകൃഷ്ണൻ മാധ്യമം ദിനപത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. നിരവധി അവാർഡുകൾ നേടിയ സാഹിത്യ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരിൽ ഒരാളാണ് സി രാധാകൃഷ്ണൻ. അദ്ദേഹം ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥലം പൊന്നാനിയാണ്. നമ്മൾ ഇന്നത്തെ പോലെ ഈ യാത്രാ സൗകര്യങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ കടത്ത് തോണിയിൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് പഠനത്തിനും അതേപോലെ തന്നെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആ നാട്ടുകാർ തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് തോണിയിലാണ് എല്ലായ്പ്പോഴും പോവുക. എല്ലാ ദിവസവും തോണിയിൽ പോകുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ തോണിയിൽ ഒരു അയമുട്ടിക്കാക്ക ഉണ്ടാവും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? അയമുട്ടിക്കാക്ക ഉണ്ടാവും. അയമുട്ടിക്കാക്കാൻ്റെ ജോലി എന്താ വെച്ചാൽ വെറ്റില പിന്നെ നുള്ളിയിട്ട് അത് അങ്ങാടി കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയമുട്ടിക്കാക്കാൻ്റെ വെറ്റില തട്ടുണ്ടല്ലോ, അതിൽ എപ്പോഴും 2 തരം വെറ്റില ഉണ്ടാവും. എന്നാൽ കാണാൻ പ്രത്യക്ഷത്തിൽ രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇവർ ചോദിക്കും, എന്താണ് അയമുട്ടിക്കാക്ക 2 വെറ്റില? അപ്പോൾ അയമുട്ടിക്കാക്ക പറയും, ഇത് ഇന്നലത്തെയാണ്, ഇത് ഇന്നത്തെയാണ്. കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ആളുകളോട് പരിചിതമല്ലാത്ത ആളുകൾക്ക് ഇന്നത്തെയാണ് എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോകും. പക്ഷെ രണ്ടും 2 വിലക്ക് 2 തട്ടിലാക്കിയാണ് അയമുട്ടിക്കാക്ക ഇത് വിൽക്കാറ്. അപ്പോൾ സി രാധാകൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് ഈ കടത്ത് തോണിയിൽ ഇങ്ങോട്ട് ആ കടവെത്തുന്നവരെ സംസാരിക്കണമല്ലോ. ആ സംസാരത്തിനിടയ്ക്ക് ഇവർ ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വിൽക്കുന്നത്? കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ, കൂടുതൽ ലാഭകരമാവുന്നത് ഒരു വിലക്ക് എല്ലാ വെറ്റിലയും, പ്രത്യേകിച്ച് കാഴ്ചക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ഈ വെറ്റിലകൾ വിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നതാണ് കുട്ടികളായ ഇവരുടെ ചോദ്യം. പക്ഷെ അയമുട്ടിക്കാക്ക അതിൻ്റെ ഒരു മറുപടി പറയും, അത് മക്കളെ പടച്ചോൻ കാണൂലേ. എന്താ പറഞ്ഞേ? മക്കളെ പടച്ചോൻ കാണൂലേ. ഇന്നല്ലാഹ അല കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, ഇന്നല്ലാഹ സമീഉൻ ബസീർ. സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു നമ്മുടെ മേൽ എപ്പോഴും ഒരു നിരീക്ഷകനായി ഉണ്ട്. ആ നിരീക്ഷകനായി അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ ഒരു തുലാസിൽ വിചാരണക്ക്, അതേപോലെ തന്നെ തൂക്കി നോക്കുവാൻ വിധേയമാക്കപ്പെടും. അവിടെ നന്മ കൂടുതലുള്ള ആളുകൾ സ്വർഗത്തിലും തിന്മക്ക് കനം തൂങ്ങുന്ന ആളുകൾ നരകത്തിലും പോകുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളായ ആളുകൾ അവരെന്തു പറയും? ജീവിതത്തിൽ സത്യമേ പറയൂ. അവർ ജീവിതത്തിൽ സത്യത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും അവർ ചെയ്യൂല. അപ്പൊ അയമുട്ടിക്കാക്കാക്ക് ഈ 2 വെറ്റിലയും ഒരേ വിലക്ക് ഒരേ ദിവസത്തെയാണ് എന്ന് പറഞ്ഞ് വിൽക്കാൻ മാത്രമുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ തടഞ്ഞത്
പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ള ബോധമാണ്. നമുക്ക് ഇല്ലാതെ പോകുന്നതും അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ച് പടച്ചോൻ കാണുമെന്ന വിചാരത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരക്കാർ നമുക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് പടച്ചോന്റെ ശിക്ഷയൊന്നും നമ്മളെ ബാധിക്കാത്തത്. അപ്പൊ അത്തരക്കാർ നമുക്കിടയിൽ പക്ഷെ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഐഹിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ഈ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഒരു ധാരണയുമില്ലാത്ത വിധത്തിലാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. നമ്മൾ വലിയ വായിൽ ഇസ്ലാമിനെ കുറിച്ചും നീതിയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പെരുമാറ്റ മര്യാദകളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് കാണാതെ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നാം നിലനിൽക്കുന്ന ഈ ഇസ്ലാമിന്റെ വക്താക്കളായി ആ ഇസ്ലാമിൽ നിന്ന് ഉണ്ടാകേണ്ട സ്വഭാവ പെരുമാറ്റങ്ങൾ നമ്മളിൽ കാണാതെ പോകുമ്പോൾ വിശ്വാസവും ജീവിതവും രണ്ടും രണ്ട് തട്ടിലാകും. സത്യവിശ്വാസികൾ അവരുടെ ജീവിതം മുഴുവൻ ആ വിശ്വാസത്തിന് അനുഗുണമാക്കി തീർക്കേണ്ടതുണ്ട്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എന്താന്നാ പറയാ? ഇഹലോകത്തിലെ ജീവിതം നശ്വരമാണ്, പിന്നെ ശാശ്വതമായത് പരലോകമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലെ? മരത്തിന്റെ ചോട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ വന്നവരാണ്. പിന്നെ ഖുർആൻ പറഞ്ഞൊരു ഇതുണ്ട്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ അല്ലെ? ഈ പിന്നെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഐഹിക ജീവിതത്തിലേക്ക് നമ്മളൊക്കെ വന്നു. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗമാണ്, അല്ലെങ്കിൽ പരലോക വിജയമാണ് അല്ലെ? അതിലേക്കുള്ള നമ്മളുടെ പ്രയാണത്തിൽ പല കടമ്പകളുണ്ട്. ഈ ജീവിതം നമുക്ക് നൽകിയ അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കണം. അങ്ങനെ വിജയിച്ച് നമുക്ക് സ്വർഗം നേടണം. ആ സ്വർഗം നേടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? മനുഷ്യ ജീവിതത്തെ കുറിച്ച്, മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിനുള്ള ആരാധനയാണ്. അതേപോലെ തന്നെ മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അള്ളാഹ് മലക്കുകളോട് പറഞ്ഞല്ലോ, ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ അയക്കാൻ പോവാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? എന്തിനാണ് രക്തം ചിന്തുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ പടച്ചോനെ നീ സൃഷ്ടിക്കുന്നത്? ഞങ്ങളുണ്ടല്ലോ നിനക്ക് തസ്ബീഹ് ചെയ്യാൻ, അതേപോലെ തന്നെ ഹംദ് ചൊല്ലാനും സുബ്ഹാനല്ലാഹ് എന്ന് പറയാനും നിന്നെ വാഴ്ത്താനും ഒക്കെ ഞങ്ങളുണ്ടല്ലോ. എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, രക്തം ചൊരിയുന്ന മനുഷ്യരെ നീ ഭൂമിയിലേക്ക് അയക്കുന്നത്? അപ്പൊ ആ വർത്തമാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ പ്രതിനിധി അയക്കുന്നു എന്നാണ്. എന്താ പ്രതിനിധി പറഞ്ഞാല്? അംബാസഡർമാരെന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മൾ ഇന്ത്യയുടെ അംബാസഡർ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. അത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാളിനെയാണ് അള്ളാഹു ഖലീഫയായിട്ട് അയച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഖലീഫയായി ജീവിക്കുന്നതിന്റെ
മറ്റൊരു പേരാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മെ എന്തിനാണോ നിയോഗിച്ചത് ആ നിയോഗ ദൗത്യം, നിയോഗ ലക്ഷ്യം നാം പൂർത്തീകരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ തൃപ്തി നേടുന്നതിൽ, ഈ മുന്നോട്ട് പോക്കിൽ നമ്മൾ എന്ത് വേണം അറിയോ? നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് വേണം? തിരുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞെന്താണ്? ഞാൻ മുഹമ്മദ് നബിയെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതായി ഇന്നമാ ബുഇസ്തു ലിഉതിമ്മ മകാരിമൽ അഖ്ലാഖ്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ചില കുറവുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. അതൊക്കെ നന്നാക്കിയിട്ട് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാക്കി അവരെ മാറ്റി തീർക്കണം. അതിനാണ് ഞാൻ പ്രവാചകനെ നിയോഗിക്കുന്നത്. അപ്പോൾ സംസ്കരണം നേടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ലക്ഷ്യമാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുക, അതിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലീഫയായിട്ടാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും അല്ലെങ്കിൽ സ്ഖലിതങ്ങളൊക്കെ മാറ്റി നമ്മളെ തന്നെ സംസ്കരിച്ച് ഒരു നല്ല മനുഷ്യനായി മാറണം. ഈ നല്ല മനുഷ്യനായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് വേണം? തഖ്വ പുലർത്തണം. എന്താ തഖ്വ പറഞ്ഞാല്? അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അവിടെ നിർത്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ഇഹ്സാനോടുകൂടി ജീവിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളാഹുവിനെ പേടിച്ചിട്ട് അവന്റെ നിരോധനങ്ങളിൽ വിട്ടു നിൽക്കുക. അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പടച്ചവനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാകുമല്ലോ എന്ന് കരുതി അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുക. അതിനാണ് തഖ്വ എന്ന് പറയാം. എല്ലായിടത്തും ഉണ്ടോ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും. എന്നാൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ചിട്ടല്ല, അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടവും താല്പര്യവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയോടുകൂടി ചെയ്യാം. വളരെ ഭംഗിയോടുകൂടി, ആത്മാർത്ഥമായി, അതേപോലെ തന്നെ പരിപൂർണമായ ഒരു അർത്ഥത്തിൽ നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കുക. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഇങ്ങനെ ഇഹ്സാൻ നിലനിർത്തി, തഖ്വ പുലർത്തി, തസ്കിയത്ത് നേടി, ഖലീഫയായി, ആബിദായി ജീവിക്കുമ്പോൾ നമ്മൾ ബാക്കി കുറെ സമയങ്ങൾ ഉണ്ടാവുമല്ലോ. മനുഷ്യ ജീവിതത്തിൽ കുറെ സമയമുണ്ടല്ലോ, 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറും വേറെയും കുറെ കാര്യങ്ങൾ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളിലാണ് പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത്, ഖുർആൻ നമ്മോട് മുന്നോട്ടിൽ വെക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങൾ അമലു സ്വാലിഹാത്ത് ചെയ്യണം. എന്ത് ചെയ്യണം? എന്താണ്? സൽക്കർമ്മങ്ങൾ. അമല് പറഞ്ഞാൽ പ്രവൃത്തി, അല്ലെ? അമല് പറഞ്ഞാൽ ഒരു പ്രവൃത്തി. അമലു സ്വാലിഹാത്ത് പറഞ്ഞാലോ പ്രവൃത്തി, സൽക്കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രവർത്തനമാണ്. അതിപ്പോ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്നത്, വൃത്തിയാക്കുന്നത്, ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരാളെ സേവനത്തിന് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾക്ക് സേവനം നൽകുവാൻ പോകുന്നത്, ഒരാളെ സഹായിക്കുന്നത്, ഇതൊക്കെ പ്രവൃത്തിയാണ്. പക്ഷെ ഈ പ്രവൃത്തികൾ എപ്പോഴാണ് അമലു സ്വാലിഹാത്ത് ആവുക? അതൊരു അമലിൽ നിന്ന് അമലു സ്വാലിഹാത്തിലേക്ക് എപ്പോഴാണ് വരിക? എപ്പോഴാ വരിക? എപ്പോഴാ വരിക? ഞാൻ ചോദിക്കും, നിങ്ങൾ പറഞ്ഞോണ്ടേ ഇരിക്കണം. എപ്പോഴാ വരിക? നല്ല നിയ്യത്ത് വേണം, അല്ലേ? പിന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി, പടച്ചവന്റെ കൂലി കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി, നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴെന്തുള്ളൂ? അമലു സ്വാലിഹാത്താവുള്ളൂ, അല്ലേ? അതിപ്പോ നമ്മള് ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുകയാണ്. വീട്ടിലൊരാൾ ഇങ്ങനെ വാതിലിങ്ങനെ കോളിങ് മുട്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പണ്ടേക്കാൻ ചില്ലറ പൈസ കൊടുക്കും. അപ്പൊ ഒരു 5 റുപ്യ 10 റുപ്യെങ്കിലും നമ്മൾ കൊടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. പണ്ടാരടങ്ങ കൊണ്ടുപോ, ഉറക്കൊന്ന് കൊളാക്കി എന്ന് പറഞ്ഞ് കൊടുക്കണതും പഠിച്ചോനെ കൂലി കിട്ടണേ എന്ന് പരുത്തി കൊടുക്കണം. സംഗതി രണ്ടും ഒന്നാണ്. നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിലാണുള്ളത് എന്ത്? ആകെ ഉറക്കം സ്വീപ്പായല്ലോ എന്ന് നമ്മൾ മനസ്സിൽ കരുതി അല്ലെങ്കിൽ പ്രാഗിയിട്ട് നമ്മൾ കൊടുക്കണ 10 റുപ്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്നാൽ അതേ 10 റുപ്യ ഒരാള് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം,
എന്താണ്? നിങ്ങളുടെ ധനത്തില്, നിങ്ങളുടെ സമ്പത്തില് വേറെ ചിലരുടെ അവകാശങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? സായിൽ, നിങ്ങളോട് ചോദിച്ചു വരുന്നവരുടെ അവകാശം നിങ്ങളുടെ സമ്പത്തിലുണ്ട്. അതേപോലെ തന്നെ മഹ്റൂം, ചിലർക്ക് വിഭവങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പാവങ്ങളാണ്, ദരിദ്രരാണ്, അവർ അധ്വാനിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. അവരുടെ വിഭവങ്ങൾ അവരുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാതെ നിഷേധിക്കപ്പെട്ടു പോയ ആൾ, അവർക്ക് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഒരാൾ ചോദിച്ചു വന്നാൽ എന്ത് ചെയ്യണം? ഒരിക്കലും നമ്മൾ തട്ടാൻ പാടില്ല. നമ്മളെ കൊണ്ട് ഇല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ച നല്ല വർത്താനെങ്കിലും പറയണം. അങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മളോട് ചോദിച്ചു വന്ന ഒരാളെ നമ്മൾ മടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണേ? ഇയാൾക്ക് കൊടുക്കണം. രണ്ടും ഒരേ കാര്യമാണ്, പക്ഷെ എന്തായി? രണ്ടിന്റെയും കൂലി വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരാള് നല്ലോണം കൃത്യമായി ഒന്നെടുത്തു, സമയമായി, ഒന്ന് നിയ്യത്തൊക്കെ ചെയ്ത് നിസ്കരിച്ചു. ആ നിസ്കാരം മുഴുവൻ അയാൾക്ക് കിട്ടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താണ്? നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ നമസ്കാരം അള്ളാഹിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുക എന്താണ്? നിസ്ഫ്, പകുതി കൂലിയാണ്. റുബ്, 4/1, ഖുമുസ് 5/1, സുദുസ്, സുബ്, അങ്ങനെ പറഞ്ഞു 10 പറഞ്ഞു. അഥവാ നിങ്ങൾ ഒരു നമസ്കാരത്തിന്റെ കൂലിയിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി നിർവഹിക്കുന്നോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുള്ളൂ? കൂലി കിട്ടുള്ളൂ. ഒരേ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം കൂലി. അപ്പൊ നമ്മുടെ മനസ്സ് എന്ത് വേണം? ഒരു കർമ്മത്തെ സൽക്കർമ്മമാക്കി മാറ്റുന്നതിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ നെയ്യത്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് തഖ്വയോടുകൂടിയും ഇഹ്സാനോടുകൂടിയും ഖിലാഫത്ത് നിർവഹിച്ച് ഇബാദത്ത് നിർവഹിച്ച് നാം ജീവിച്ചു മരിച്ചു പോയാൽ, പരലോകത്ത് പോയാൽ നമ്മൾ വിജയിക്കും, സ്വർഗം കിട്ടും. അങ്ങനെ സ്വർഗം കിട്ടിയാൽ, സ്വർഗത്തിൽ എത്തിപ്പെട്ട അവസാനത്തെ മനുഷ്യനുണ്ടല്ലോ, സ്വർഗത്തിൽ കിടക്കുന്ന അവസാനത്തെ മനുഷ്യനും സ്വർഗത്തിലെത്തിയാൽ അള്ളാഹ് ചോദിക്കും, സ്വർഗവാസികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹ് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായോ? നിങ്ങൾക്ക് തൃപ്തിയായോ? അപ്പോൾ മനുഷ്യന്മാർ ചോദിക്കും, എന്താ സംശയം? എന്താണ് സംശയം? ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഞങ്ങൾ വളരെ തൃപ്തരാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി തരട്ടെ. സ്വർഗം കിട്ടിക്കഴിഞ്ഞു. സ്വർഗം കിട്ടിക്കഴിയുമ്പോഴാണ് അള്ളാഹ് ചോദിക്കുന്നത്, ഇനി നിങ്ങൾക്ക് ഒരു സാധനം കൂടി തരട്ടെ. അപ്പൊ മനുഷ്യർ പറയും, അതെ, നമുക്ക് എപ്പോഴും വേണ്ടാന്ന് തോന്നും. ഇല്ല, മനുഷ്യർ അള്ളാഹിനോട് പറയും. അപ്പൊ അള്ളാഹ് പറയും, നിങ്ങൾക്ക് എൻ്റെ തൃപ്തിയുണ്ട്. റിളുവാൻ അല്ലാഹ്, തർളിയത്തില്ല. അള്ളാഹുവിന്റെ തൃപ്തി ആർക്കുണ്ട്? സ്വർഗവാസികൾക്കുണ്ട്. സ്വർഗമല്ല, ആത്യന്തികമായി അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും മികച്ച പ്രതിഫലം അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി നേടുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇതിനാണല്ലോ ശരിക്കും നമ്മൾ ഇസ്ലാം, ദീൻ എന്നൊക്കെ പറയുന്നത്, അല്ലെ? നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ, അല്ലാണ്ട് ഏതെങ്കിലും നിസ്കരിക്കുന്നത് മാത്രമാണ് ദീന്, പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ദീനല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു ഒരു ഖലീഫയെ അയച്ചിരിക്കുകയാണ്. ആ ഖലീഫ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾ ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ഇബാദത്താണ്. അപ്പൊ നമ്മുടെ ജീവിതം മൊത്തത്തിൽ ഇബാദത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ആ നിലക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എന്താണ്? രണ്ടും രണ്ട് തട്ടിലാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും രണ്ട് തട്ടിലാണ്. ആ രണ്ട് തട്ടിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ആളുകൾ നമ്മളെ കണ്ടിട്ട് ദീന് പഠിക്കാത്തത്. പണ്ട് മാലിക് ദിനാറും കൂട്ടരും സഹാബാക്കൾ വന്നല്ലോ, അല്ലെ? എവിടേക്ക് വന്നു? കേരളത്തിലേക്ക്, കൊടുങ്ങല്ലൂരിൽ വന്നു, കാസർഗോഡിലേക്ക്, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് മലയാളം അറിയായിരുന്നോ? നമുക്കന്ന് അറബി അറിയായിരുന്നോ? ഇല്ല. അവർ ജീവിച്ച് കാണിച്ചു തന്നു. അവർ പറയുന്നതും
അവർ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു. അവർ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. വർണ്ണവിവേചനങ്ങളില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ആളുകളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഇവിടെയോ ആ സമയത്ത് ഇവിടെ എങ്ങനെയാണ്? തീണ്ടാപ്പടകലെ, മറ്റൊരു പോണ വഴി കൂടെ നടക്കാൻ പാടില്ല, നേരിട്ട് കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് വരി, അങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ സ്നേഹവും അതേപോലെ തന്നെ സൗഹൃദവും പങ്കുവെക്കുമ്പോഴാണ് ആളുകൾ വിചാരിച്ച് ഇത് കൊള്ളാലോ. അങ്ങനെയാണ് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. നമ്മളോ ഈ സംഗതികളൊക്കെ മനസ്സിലാക്കി. നമ്മൾ എത്ര കാലമായി ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ ഖുർആനും ഹദീസൊക്കെ പഠിച്ചു. ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പലർക്കും പലതും അറിയാം. എന്നെക്കാൾ അറിവുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താണ്? നമ്മൾ കാലങ്ങളായി പഠിക്കണതാണ്. പക്ഷെ എന്താണ് നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരും ഇസ്ലാമിലേക്ക് വരാത്തത്? അവിടെ ഞാനും നിങ്ങളൊക്കെ കുറ്റക്കാരാണ്. എന്താ കുറ്റക്കാരെന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതാണ് വ്യത്യാസം. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾ ശരിക്കുള്ള വിശ്വാസിയായി ജീവിക്കണമെങ്കിലേ എന്ത് വേണം? കുറെ അറിവ് വേണം, അല്ലേ? വേണ്ടേ? ഖുർആൻ അറിയണം, ഹദീസ് അറിയണം, ഫിഖ് അറിയണം, താരീഖ് അറിയണം, അഖ്ലാഖുകൾ അറിയണം, മദ്രസയിലെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നന്നായി പഠിച്ച് കിതാബുകളൊക്കെ ഓതിയാലല്ലേ ശരിക്കും ഒരാൾക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ? അങ്ങനെയല്ലേ വേണ്ടത്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് കഥ പറയാൻ പോകും. കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന കഥ തന്നെ. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വിശദീകരിച്ച് പറയൊന്നുമില്ല, വളരെ ചുരുക്കി പറയും. ഒന്നാമത്തെ കഥ ഏതറിയാം? ഒരു ഉമ്മ രാത്രി മകളുടെ അടുത്ത് പറഞ്ഞോ, മോളെ വെള്ളം ഇത്തിരിയും കൂടി എടുത്തിട്ട് അതിൽ കൊഴിക്കുന്നു പറഞ്ഞു. ഏതിൽ കൊഴിക്കാൻ പറഞ്ഞു? പാലിൽ. അപ്പൊ മോള് പറഞ്ഞു എന്ത് പറഞ്ഞു? പറ്റൂല. കാരണം എന്താണ്? ഉമറിന്റെ കൽപ്പന ഉണ്ട്, അങ്ങനെ അന്യായമായി സമ്പാദിക്കാൻ പാടില്ല, പാലിലൊന്നും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് ഉമറിന്റെ കൽപ്പന. നിങ്ങൾക്ക് അറിയില്ല ഉമ്മ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ എന്ത് ചോദിച്ചു? ഇതൊക്കെ എവിടെ നിന്ന് ഉമ്മർ കാണാന്? നീ അങ്ങോട്ട് ഒഴുക്കി എന്നിട്ട് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്ത് പറഞ്ഞു? ഉമ്മർ കണ്ടില്ലെങ്കിലും അല്ലാഹ്. ആ കുട്ടി ഖുർആൻ ഹാഫിളായിരുന്നോ? ആ കുട്ടി ഖുർആൻ ക്ലാസ്സിൽ പോയിരുന്നോ? ആ കുട്ടി മദ്രസയിൽ പഠിച്ചതാണോ? അറിവ് നേടിയിട്ടുണ്ട്, പല വിധേനയും ആ കുട്ടി അറിവ് നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പാരമ്പര്യ രീതിയിലുള്ള നമ്മൾ പറയുന്ന പോലെയുള്ള ഇൽമും അറിവും ഒന്നും നേടാത്ത ചെറിയ കുട്ടിയാണത്. 7-8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് പറയണത് അല്ലാഹ് കാണുന്നുമ്മ. നമ്മൾ അയ്മുട്ടിക്കാക്കാൻ പറഞ്ഞില്ലേ? അയ്മുട്ടിക്കാക്ക എന്താ പറഞ്ഞേ? പടച്ചോൻ കാണുന്നുണ്ടെന്ന്. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു ഒരു ദിവസം ഒരു ആട്ടിടേന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്കൊരു ആടിനെത്താം. അപ്പൊ മൂപ്പര് എന്ത് പറഞ്ഞു? ആട്ടിട എന്ത് പറഞ്ഞു? ഇതെന്റെ അല്ല, ഞാനല്ല ഇതിന്റെ യജമാനൻ, ഞാനല്ല ഇതിന്റെ ഉടമ, അതുകൊണ്ട് ഉടമന്റെ അടുത്ത് ചോദിക്കണം. അപ്പൊ ഉമർ റളിയല്ലാഹു അദ്ദേഹം ആ കുട്ടിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. എന്ത് ചോദിച്ചു? കുറെ ആടുണ്ടല്ലോ, ഇതൊന്നും ഒന്നിനെ നീ എനിക്ക് തന്നാലും മൂപ്പരൊന്നും അറിയാൻ പോണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് തന്നൂടെ. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? പടച്ചോൻ കാണും. പടച്ചോൻ കാണും എന്ന ബോധത്തോടു കൂടി ഒരാൾ ജീവിച്ചാൽ കുറെ അറിവൊന്നും വേണ്ട, അറിയണ കാര്യം പ്രാവർത്തിയാക്കി ജീവിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ പറയുന്ന എല്ലാ വർത്താനങ്ങളും, അതല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആലോചിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുപോലും ആരറിയുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എന്താവും? ഒരേപോലെയാവും. അതുകൊണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെങ്കിൽ പിന്നെ എന്താണ്? മൂപ്പര വഴിക്കായിരിക്കും. മൂപ്പര ദീനൊരു ഭാഗത്തായിരിക്കും, മൂപ്പര പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്തായിരിക്കും. അതുകൊണ്ട് വിശ്വാസവും ജീവിതവും നന്നായി മുന്നോട്ട് പോണോ എന്ത് വേണം? നമ്മള് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. അത് ബോധം അറിവായിട്ട് ഇങ്ങനെ ഉണ്ടായാൽ പോരാ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹ് അറിയില്ല, അള്ളാഹ് കാണൂല എന്നുള്ളത് ഉണ്ടോ? ഇല്ല. അള്ളാഹ് കാണുന്നൊക്കെ നമുക്കറിയാം, അള്ളാഹ് അറിയുന്നുണ്ടെന്നൊക്കെ അറിയാം. അത് അവിടെ വന്നിട്ടല്ലേ അത് അപ്പൊ കാണാം, അല്ലേ? അങ്ങനെയല്ലേ? അത് അവിടെ ചെന്നിട്ട് അത് അപ്പൊ കാണാം. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും.
അതാണ് നമ്മൾ മാറ്റേണ്ടത്. അല്ലാണ്ട് അറിവില്ലാഞ്ഞിട്ടല്ല. അപ്പോഴും എന്താണ് കാര്യം? നമ്മൾ മാറാത്തതുകൊണ്ട്. അപ്പൊ അറിവുണ്ടാവുക എന്നതിനപ്പുറത്ത് അറിവ് നേടണം. അറിവ് നേടൽ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും നിർബന്ധ ബാധ്യതയാണ്. പക്ഷേ എല്ലാ അറിവും നേടി പൂർത്തിയായിട്ടല്ല എന്താവുക. ഒരാൾ മുഅ്മിനാവുന്നതും ഒരാൾ മുസ്ലിം ആവുന്നതും ഒരാൾ മുത്തഖി ആവുന്നതും ഒരാൾ മുഹ്സിൻ ആവുന്നതും ഒക്കെ മുഴുവൻ അറിവ് നേടിയെടുത്തിട്ടല്ല. ഉള്ള അറിവിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാവും നമ്മളൊക്കെയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എന്താവും? നന്നാവും, അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറാണ്? ഇത് മറക്കാറാണ്. നിങ്ങൾക്ക് ഒരു മാപ്പിളപ്പാട്ടിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ്? ഉണ്ടു സഖിയ ഒരു കുലമുന്തിരി. ആ പാട്ട് അറിയില്ല നിങ്ങൾക്ക്? അറിയല്ലോ അല്ലേ? ഞാനത് പാടാനൊന്നും പറയില്ല, എനിക്ക് പാടാൻ അറിയത്തോണ്ട് ഞാൻ പാടുന്നില്ല. പക്ഷെ അതിന്റെ 4 വരി ഞാൻ പറയാം. അതെന്താ അറിയോ? ഈ ഫാത്തിമ അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കഥയാണല്ലോ അതിൽ പറയുന്നത്. ആ ഫാത്തിമ എങ്ങനെ പറയാണ്? അങ്ങാര് എന്ന് അറിയില്ലേ, അങ്ങ് നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനാണെന്നോ, അല്ലേ? എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മുന്തിരി വാങ്ങി തിന്നാനുള്ള ഗതി ഇല്ലാത്ത ഒരാളായി പോയല്ലോ. പക്ഷെ ആ നാട്ടിലെ രാജാവാണ്. പക്ഷെ 4 എടുക്കാൻ നിങ്ങളെ കയ്യിലില്ല എന്ന് ചോദിക്കുമ്പോ എന്താ പറയണ മറുപടി? പ്രാണസഖി, നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ രാജാവാണെന്ന്, എന്നാലും എൻ്റെതായൊരു ദൃഹവുമില്ലല്ലോ. കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, ധാരാളം സമ്പത്തുണ്ട്, രാജകൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാൻ കഴിയും. പക്ഷെ മൂപ്പര് പറയണ എന്താണ്? ഇത് എൻ്റെ സമ്പത്തല്ല, ഇത് എനിക്കുള്ള ഉത്തരവാദിത്വമാണ്. ഈ ഖലീഫ എന്ന നിലക്ക് ഞാൻ ഈ സമ്പത്ത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നതല്ല, ഇത് ബൈത്തുൽ മാലുള്ള സമ്പത്ത് ജനങ്ങളുടെ സമ്പത്താണ്. ആ വിചാരം ഉണ്ടെങ്കിൽ ആർക്കുണ്ടായിരുന്നു? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന് ഈ ബോധമുള്ളത് കൊണ്ട് മൂപ്പരെ ഭാര്യ ചോദിച്ചു, എന്ത്? അത് വാങ്ങണം, ഇത് വാങ്ങണം, അത് വേണം, ആ സൗകര്യമാണ്, ഈ സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും എൻ്റെ പൈസ അല്ല, ഇതൊക്കെ ബൈത്തുൽ മാലിലെ പൈസയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ത്യാഗനിർഭരമായ ജീവിതം, ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം കുറെ കാലത്തിന് ശേഷം ആയിഷ ബീവിയെ സന്ദർശിക്കാൻ ആയിഷ ബീവിയുടെ സഹോദരിയുടെ മകൻ മദീനയിൽ നിന്ന് വരികയാണ്. വന്ന് നോക്കുമ്പോൾ മൂത്തുമാനെ കാണാമെന്നാണ്. മൂത്തുമാനെ കാണാമെന്ന് നോക്കിയപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനുള്ള വിഭവങ്ങളൊന്നുമില്ല. ഭയങ്കര പ്രയാസത്തിന്റെ ഒരു കാഴ്ച, അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവിടെ സുഭിക്ഷതയാണോ അതല്ല പ്രയാസമാണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പണ്ട് ഈ വീട് കാണാൻ പോകുമല്ലോ. വീട് കാണാൻ പോകണത് എന്തിനാ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ വിരുന്ന് പോകുമ്പോഴില്ലേ, പെട്ടെന്ന് ഇങ്ങനെ കയറി വരും. നമ്മൾ അമ്മായി വരും, ഇളാമ്മ വരും, മുത്തുമ്മ വരും. മുത്തുമ്മ വന്നിട്ട് കെട്ടിക്കൊടുത്താൽ മോളെ വീട്ടുകാരിക്കും വരിക. വന്നിട്ട് എന്താ തുറന്നു നോക്കുക? അരിപ്പാന തുറന്നു നോക്കും. അരി വെച്ച പാത്രമില്ലേ, അത് തുറന്നു നോക്കുക. അത് തുറന്നു നോക്കിയാൽ അറിയും എന്ത്? ആ മോള് നന്നായിട്ട് സുഖമായിട്ടാണോ കഴിയണത്, അതല്ല പ്രയാസപ്പെടാണോ എന്നാർക്ക് അറിയാൻ പറ്റും? അവിടെ അവര് പല അടുക്കളയിൽ പോയാൽ അറിയും, പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടോ, പച്ചക്കറിയൊക്കെ ഉണ്ടോ, അരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അറിയും. ഇന്ന് നമ്മളെ അടുത്തേക്ക് അങ്ങനെ ആരും വരാനില്ല. പറയുമ്പോൾ തന്നെ നേരത്തെ പറയും, ഞാൻ ഇന്ന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പറയണ എന്തിനാ അറിയോ? പലപ്പോൾ ചിലപ്പോൾ പറയണത് ഞാൻ ഉച്ചക്ക് തന്നെ അവിടെ എത്തുണ്ടാ, ചോറിനെത്തും. എന്തിനാ പറയണത്? നീ ഉണ്ടാക്കി വെച്ചൊന്നും പോരാ, എനിക്കുള്ളത് കൂടി കുറച്ച് നല്ലോണം ഒരുക്കി അങ്ങോട്ട് ഉണ്ടാക്കിക്കോ എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അതിനെ വിമർശിക്കാനൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താ സംഭവിച്ചാല് പണ്ട് ആളുകൾക്ക് ഒരു നോട്ടത്തിൽ കണ്ടാൽ അറിയും. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിയില്ല. അങ്ങനെ ആയിഷ ബീവിയുടെ അവസ്ഥ മനസ്സിലാക്കിയ മൂപ്പര് എന്ത് ചെയ്തറിയോ? മൂപ്പര് അവിടെ ഗവർണറാണ്. മൂപ്പര് കുറെ പൈസ, സ്വർണ്ണ നാണയം മുത്തുമാക്ക് കൊടുത്തു. നിങ്ങൾ വെച്ച് ചെലവൊക്കെ കഴിച്ചോളി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഇതിരിക്കട്ടെ അപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി ആ സാധനമായിട്ടുണ്ട് ഇറങ്ങി. എന്നിട്ട് ആ മദീനയിലുള്ള എല്ലാ പാവപ്പെട്ടവർക്കും കൊണ്ട് കൊടുത്തിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് സമാധാനായി എന്ന് പറയാം. എന്താണ് ഇവർ ഈ പറയാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ ദാരിദ്ര്യത്തിലാണ്, പക്ഷെ നമ്മളെ ദാരിദ്ര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു സാഹചര്യം, അങ്ങനെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നു.
ആ മനസ്സ് എവിടെ നിന്ന് ഉണ്ടാവുക? ആ ചെയ്യുന്നത് ഇബാദത്താണ്, അത് ഇഖ്ലാസോട് കൂടി ചെയ്യണം. ഞാൻ ഇത് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളാണ്, ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ പൈസ വന്നാൽ അത് പാവപ്പെട്ടവർക്ക് കൂടി കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ട് പോയതാണ്. എന്താ പഠിപ്പിച്ചറിയോ? ആടിന്റെ അർത്ഥം എല്ലാവർക്കും കൊടുത്ത് നബി ഒന്ന് ചോദിച്ചു, എന്താണ് ബാക്കിയുള്ളത്? അതിന്റെ കുറച്ച് എല്ലും കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ നബി എന്താ പറഞ്ഞത്? അത് നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇങ്ങനെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ ബീവി ഗർഭിണിയായിരിക്കുക, നല്ല ഈത്തപ്പഴം തിന്നാൻ പൂതിയായി. കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അലിയോട് പറഞ്ഞു, എന്ത്? എനിക്ക് നല്ല ഈത്തപ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അലി എന്ത് ചെയ്തു? അലിയുടെ വരുമാനം അനുസരിച്ച് നല്ല ഈത്തപ്പഴം വാങ്ങാനുള്ള പൈസ ഇല്ല. അലി പറഞ്ഞു, ആ ശരി, നമുക്ക് ശരിയാക്കാം. അങ്ങനെ 2-3 ദിവസത്തെ അധ്വാനത്തില് ബാക്കി വെച്ച് മിച്ചം വെച്ച് അലി വാങ്ങിയിട്ട് വന്നു. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ നല്ല ഈത്തപ്പഴം, ഫാത്തിമ ബീവി ചോദിച്ച ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു പരമദരിദ്രൻ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി, എന്തെങ്കിലും ഉണ്ടോ അലി? എടുത്താണ്ട് കൊടുത്തപ്പോ മൂപ്പര് പറഞ്ഞു, ഇനിയുണ്ടോ? എൻ്റെ വീട്ടിലേ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, ഞാൻ മാത്രമല്ല വീട്ടിലും പട്ടിണിയാണ്. മൂപ്പര് എന്ത് ചെയ്തു? ഉള്ളത് ആകെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ, അത് മുഴുവൻ ആർക്ക് കൊടുത്തു? അങ്ങേർക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മളാണ് എന്ത് പറയും? ഫാത്തിമ ബീവി എന്ത് പറഞ്ഞു? ഫാത്തിമ ബീവിക്ക് അതിലൊരു മനപ്രയാസം ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളുവാൻ ആർക്ക് കഴിഞ്ഞു? ഫാത്തിമ ബീവിക്ക് കഴിഞ്ഞു. എന്താ കഴിയാൻ കാരണം? അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിതവും രണ്ട് തട്ടിലല്ല. നമ്മൾ ദരിദ്രരാണ് എങ്കിലും നമുക്കുള്ളത് മറ്റുള്ളവരുടെ കൂടിയാണ്. നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിലും നമ്മളെക്കാൾ ദാരിദ്ര്യത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരാൾ ചോദിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അവർക്ക് കൊടുക്കണം. ഇങ്ങനെ ദീന് പഠിപ്പിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ അവര് അങ്ങനെയാണ് അതിനെ കണ്ടത്. നമ്മളെ ജീവിതത്തിലോ എല്ലാ മേഖലയിലും ഹറാമ് വരെ ഹലാലാക്കണം. അവരൊക്കെ ഹലാലായതിന് എന്ത് പറയണം? വേണ്ട, നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നാ പറയും. നമ്മളോ അന്യന്റെയും അപരന്റെയും ഒക്കെ ഹറാമാണെന്ന് അറിയാം, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഇങ്ങനെ വാരണം. അപ്പൊ എല്ലാം ഹറാമുകളെയും ഹലാലുകളാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ പറയാ? നാടോടുമ്പോ നടുവ് ഓടണ്ടേ അല്ലേ? പാമ്പിനെ തിന്നണം നാട്ടിൽ തന്നാല് എന്ത് വേണം? നടുക്കണ്ടം തന്നെ തിന്നണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയില്ല, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആളുകളോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് മത്സരിച്ച് ഒരു ഹറാമും നോക്കില്ല, ഒരു ഹലാലും നോക്കില്ല. ഓള് വീട് അങ്ങനെയാണോ, എന്നാൽ നമ്മളെ വീടും അങ്ങനെയാണോ? ഓളടുത്ത് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ, നമ്മളടുത്ത് ഇന്ന സാധനങ്ങളുണ്ട്. ഇനി ഓളടുത്ത് ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ടാവണം. അതിന് ഹലാൽ ഹറാമുകളൊന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വർത്താനം ഉണ്ടല്ലോ, നാടോടുമ്പോൾ നടുവോടണം എന്ന് പറഞ്ഞ വർത്താനം നരകത്തിലൊരു വിഭാഗം ആളുകൾ പറയും. ഇതേപോലെ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുക, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി, എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ അവരെന്താ പറയാ? നാടോടുമ്പോ നടുവ് ഓടിയതാണ് എന്ന് അവർ പറയും. അപ്പൊ നമ്മള് നമ്മുടെ പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. എല്ലാ രംഗത്തും വളരെ സൂക്ഷ്മതയോടുകൂടി, അതേപോലെ തന്നെ ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ കയ്യിൽ കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല, എൻ്റെ അടുത്ത് നല്ല സമ്പത്തുണ്ടെങ്കിലേ ഞാൻ നല്ലോണം കൊടുക്കും. തോന്നുന്നില്ല നമുക്ക് തോന്നുന്നില്ലല്ലോ? തോന്നുന്നുണ്ട്. എൻ്റെ വീട്ടിലത്തെ പായാരും എൻ്റെ വീട്ടിലത്തെ അത്യാവശ്യങ്ങൾ പോലും കഴിയില്ല, പിന്നെ എങ്ങനെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ? ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു. പള്ളിയിലെ മാടപ്രാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. എന്താണ്? പള്ളിയിലെ മാടപ്രാവ് എന്നറിയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ ആ സഹാബിയുടെ പേരെന്താ അറിയോ? അദ്ദേഹത്തിന്റെ പേര് സദത്ത് ബിനു ഹാത്തിബ് എന്നാണ്. സദത്ത് ബിൻ ഹാത്തിബ് എന്നാണ് ആ സഹാബിയുടെ പേര്. പള്ളിയിലായിരുന്നു, എപ്പോഴും നമസ്കാരങ്ങൾക്ക് മുന്നിലെ സ്വപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പള്ളിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചുറ്റിപ്പറ്റി ജീവിച്ചത്. ദാരിദ്ര്യമായിരുന്നു, പക്ഷെ അദ്ദേഹം ദീനീ കാര്യങ്ങളൊക്കെ വളരെ നിഷ്ഠ പുലർത്തി, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കൊക്കെ കാതോർത്തുകൊണ്ട് എപ്പോഴും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരാളുടെ ആളുകൾക്ക് അയാളുടെ പേര് മറന്നു. അയാളെ വിളിക്കുന്നത് പള്ളിയിലെ മാടപ്രാവ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അറബി പേരാണ്. ഞാനത് എന്തെന്നില്ല, അതിലേക്ക് പോകുന്നില്ല. ഇയാളുടെ പേരെന്നെ പള്ളിയിലെ മാടപ്രാവ്
മാടപ്രാവ് എന്ന പേരിൽ ഇയാൾ അറിയപ്പെടാൻ തുടങ്ങി. അയാളുടെ പേര് തന്നെ ആളുകൾ മറന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ നബിയോട് വന്ന് ചോദിച്ചു, നബിയെ, നിങ്ങൾ എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എനിക്ക് നല്ലോണം സമ്പത്ത് ഉണ്ടാവും പ്രാർത്ഥിക്കണം. അപ്പം നബി അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല സമ്പത്ത് ഉണ്ടായില്ലേ, നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ നബി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഗുണദോഷിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടായി. ആദ്യം അദ്ദേഹം കുറച്ച് നാൽക്കാലികളെ വാങ്ങി. ആ നാൽക്കാലികൾ, ആടുകൾ എന്ത് ചെയ്തു, പെറ്റുപെരുകി മാടുകളായി, ഒട്ടകങ്ങളായി, വലിയ കാലിസമ്പത്തായി. അങ്ങനെ നഗരപ്രദേശത്ത് നിന്ന് കുറച്ചുകൂടി അകലെ പോയി. മൂപ്പരെന്ത് ചെയ്യണം, ഈ സമയത്തൊക്കെ പള്ളിക്ക് വരും, എല്ലാ സമയത്തും വരും. പ്രവാചകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ 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 അയാളുടെ സമ്പത്തങ്ങൾ വർദ്ധിച്ച് പള്ളിക്ക് വരാൻ പറ്റാണ്ടായി. പിന്നെ മഗ്‌രിബ് ഇശാക്ക് മാത്രമായി. മഗ്‌രിബ് ഇശാക്ക് മാത്രം പള്ളിക്ക് വരലായി. മഗ്‌രിബിന് വന്നിട്ട് ഇശയും കഴിഞ്ഞിട്ട് പോണ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിനും വരാണ്ട്, വെള്ളിയാഴ്ച മാത്രം വരാറ്. പിന്നെ കഴിഞ്ഞപ്പോൾ അതുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്തുള്ളത്, സക്കാത്ത് നിർബന്ധമാക്കിക്കൊണ്ട് ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കത്തുമായിട്ട് തൻ്റെ അനുചരന്മാരിൽ ചിലരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. എല്ലായിടത്തും സക്കാത്ത് പിരിക്കുകയാണ്, ഇയാളുടെ അടുത്തും സക്കാത്ത് പിരിക്കാൻ പറഞ്ഞയച്ചു. അപ്പോൾ ഈ ആളുകൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, നിങ്ങൾ വേറെ കുറേ സ്ഥലത്തൊക്കെ പിരിക്കാണ്ടല്ലോ, അവിടെയൊക്കെ പിടിച്ചിട്ട് വരും കേട്ടോ. മുപ്പര് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞയച്ചിട്ട് അവർ വിട്ടു. അവർ വീണ്ടും വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ നബിൻ്റെ ഈ കത്തും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എവിടെ സക്കാത്ത് തരൂ. അപ്പോൾ മുപ്പര് പറഞ്ഞു, ആ കത്ത് ഇങ്ങനെ ചുരുട്ടി താഴെയിട്ട് വല്ലാത്തൊരു നികുതി തന്നെ എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഒരു ആയത്തിറങ്ങുന്നത്. ആയത്ത്, വമിൻഹും മൻ ആഹദല്ലാഹു ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടായാൽ അവർ കരാർ ചെയ്യണം. എന്താ കരാർ ചെയ്യണത്? ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ ധാരാളം ദാനധർമ്മം ചെയ്യും, സദഖ കൊടുക്കും, ധാരാളം സദഖ കൊടുക്കും, അങ്ങനെ എല്ലാവിധ മേഖലയിലുള്ള ചെലവഴിക്കലും ഞങ്ങൾ നടത്തും. മിനസ് സാലിഹീൻ, സച്ചരിതരായ സൽക്കർമ്മികളായ ആളുകളായിരിക്കുമെന്ന് കരാർ ചെയ്ത ആളുകളെ നിങ്ങൾക്കറിയില്ലേ? ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അങ്ങനെ അള്ളാഹു അവർക്ക് വിഭവങ്ങൾ നൽകി, അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് സമ്പത്ത് നൽകി. പക്ഷെ ബഖിലൂബി, പക്ഷെ അവർ പിശുക്ക് കാണിച്ചു തുടങ്ങി. കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? പിശുക്ക് കാണിച്ചു കൊടുത്തു. വതല്ലൗ വഹും മുഅ്രിദൂൻ, അങ്ങനെ അവർ പലതും ഉപേക്ഷിക്കാൻ തുടങ്ങി, അവർ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഫഅഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമിൽ യൽതഖാഹു ബിമാ അഖ്ലഫുല്ലാഹു വമാ വഅദു വബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ മനസ്സിലുള്ള നിഫാഖിനെ അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ അടുത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത്, ഉണ്ടെങ്കിൽ ഞാൻ ധാരാളം കൊടുത്തേനെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഭംഗിയായിട്ട് നേരെ മുന്നോട്ട് പോയിരിക്കും. കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ കേടുവരുന്നവരുണ്ട്. നമ്മളെ കൂട്ടത്തിൽ പല ആളുകൾ ഇങ്ങനെ കേടുവന്നവരുണ്ട്. നേരത്തെയൊക്കെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. നബി സാത്ത പേര് ഇവിടെ ഉള്ളവർ ആരുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പേര് എന്നൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് വളരെ നല്ല സ്വഭാവമായിരുന്നു. എന്തെങ്കിലും വീട്ടിൽ ചോദിച്ചു പോയാൽ നേരെ തരും, അവരുടെ അടുത്ത് ഇല്ലെങ്കിലും തരുമായിരുന്നു. പക്ഷെ മുപ്പത്തേര് അങ്ങനെ അല്ല. മുപ്പത്തേരെ സ്വഭാവമൊക്കെ മാറി, മുപ്പരുടെ രീതിയും പെരുമാറ്റമൊക്കെ മാറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും രണ്ടും വ്യത്യാസമാവുന്നത് പലപ്പോഴും സാമ്പത്തിക മേഖലകളിലാണ്. നമ്മൾ ഹലാലും ഹറാമും നോക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ ഏറ്റവും ത്വയ്യിബായത് മാത്രം ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ്, നേരത്തെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, എല്ലാ ജനങ്ങളെയും വിളിച്ചു പറയണം. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലായതും നല്ലത് മാത്രമേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യരുടെ മുതല് അർഹിക്കാത്ത രീതിയിൽ നിങ്ങളത് അപഹരിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അത് നിങ്ങൾ അങ്ങനെ കഴിച്ചാൽ എന്ത് സംഭവിക്കും? അത് നിങ്ങളുടെ വയറിൽ നിങ്ങൾ നരകത്തിയാണ് നിറയ്ക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇസ്ലാം പഠിപ്പിച്ചു.
പക്ഷെ ഹലാൽ ഹറാമുകൾ നമ്മൾ നോക്കാത്തത് കൊണ്ട് എന്തായി? അന്യന്റെ മുതല്, ഹലാലല്ലാത്തത്, തൊയ്യബല്ലാത്തത്, പടച്ചവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തിന്നാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ വാഹനം, ഇതൊക്കെ എന്തായി? അന്യരുടെ മുതലുകൾ കയറി വരുന്ന, അല്ലെങ്കിൽ അന്യരുടെ മുതലുകൾ കൂടി അപഹരിക്കപ്പെട്ട ഒന്നായി മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക മേഖലയിൽ നമ്മൾ ഗൗരവത്തോടു കൂടി ഇസ്ലാം നമ്മെ ഗുണദോഷിച്ച ഒരു കാര്യമാണ്. ആ കാര്യം എന്താ അറിയാം? അത് പലിശ. പലിശ എന്താണ്? ഹറാമാണ് അല്ലേ? പലിശ ഹലാലൊന്നും അല്ലല്ലോ. അല്ല, പലിശ ഹറാമാണ്. നമ്മുടെ ജീവിതത്തിൽ പലിശയുമായി ഒരു നിലക്കും ബന്ധമില്ല എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ വളരെ കുറയും. കാരണം എന്തിനൊക്കെയാണ് നമ്മൾ പലിശക്ക് എടുക്കുന്നത്? പലിശ എന്ന് പറഞ്ഞാൽ അത് ചൂഷണമാണ്. പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ദയവും കാരുണ്യവും വറ്റിച്ചു കളയുന്ന ഒരു സാധനമാണ് പലിശ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്തും വിചാരിച്ചോളി, ഒരിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ലാഭം വേണം. ഞാൻ നിങ്ങൾക്ക് 100 രൂപ തന്നിട്ടുണ്ടോ, എനിക്ക് 110 രൂപ തരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആഴ്ചക്കാരനും വട്ടിക്കാരനൊക്കെ വരുമല്ലോ. അവൻ്റെ അടുത്തൊക്കെ 100-ന് 20, 100-ന് 30, 100-ന് 40. പിന്നെ ചില ബിസിനസ് മേഖലയിലൊക്കെ 100-ന് 50 വാങ്ങുന്നവരുണ്ട്. കാരണം ഇന്ന് കൊടുക്കാനുള്ളത് ഇന്ന് കൊടുത്താലേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവൻ പറയാം 100-ന് 50 എന്നാലേ തരുള്ളൂ എന്ന് പറയും. വാങ്ങിക്കൊടുക്കും. പലിശയോട് ഒരു എന്താ പറയാ നിയന്ത്രണവുമില്ലാതെ പലിശയോട് ആളുകൾ ഇടപെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പലിശയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു വർത്താനുണ്ട്, അത് കേൾക്കണം നമ്മൾ. അതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ പലിശന്റെ എല്ലാ ഇടപാടുകളും നിങ്ങൾ ഇതോടുകൂടി ഉപേക്ഷിക്കണം. ഇനി ഫഇല്ലം തഫ്അലു, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചില്ല എങ്കിൽ, പലിശ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്താണ്? ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹു റസൂൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഒരുങ്ങി നിന്നോളീന്ന്. പലിശ ഏതെങ്കിലും ഒരു നിലക്ക്, പലിശ എന്ന് പറഞ്ഞാൽ വാങ്ങണത് മാത്രമാണോ കുഴപ്പം? കൊടുക്കണത് മാത്രമാണോ കുഴപ്പം? പലിശ വാങ്ങണതും കൊടുക്കണതും എഴുതണതും സാക്ഷി നിൽക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. അപ്പോ ഈ ആളുകളൊക്കെ അള്ളയും റസൂലും എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധം പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് നിൽപ്പാണ്. ബാക്കി പലിശ വാങ്ങണവരൊക്കെ എന്താണ്? എഴുതുന്നവരും വാങ്ങണവരും കൊടുക്കുന്നവരും സാക്ഷി നിൽക്കുന്നവരൊക്കെ എന്താണ്? മറുവശത്താണ്. ഈ ബോധ്യം, ഈ ഗൗരവം നമുക്കുണ്ടോ? നമുക്ക് ഈ ഗൗരവം ഉണ്ടോ? എന്തിനൊക്കെയാ നമ്മൾ പണയം വെക്കാൻ പോണത്? എന്തിനൊക്കെയാ പലിശക്ക് എടുക്കണത്? ആഴ്ചക്കാരൻ, മാസക്കാരൻ, അങ്ങനെയൊക്കെയല്ലേ? പിന്നെ വിവിധ ബാങ്കുകളുടെ പേരിൽ വിവിധ കുറികൾ, അതേപോലെ തന്നെ അയൽക്കൂട്ടം, അങ്ങനല്ലേ? എന്താണ്? കുടുംബശ്രീന്റെ ലോണ്, ആ ലോണ്, ഈ ലോണ്, വണ്ടിക്ക് ലോണ്, വീടിന് ലോണ്, അതേപോലെ തന്നെ കല്യാണത്തിന് ലോണ്, പിന്നെ മുടികളച്ചലിന് ലോണ്. മുടികളച്ചലിന് എന്തിനാ ലോൺ എടുക്കണ അറിയാം? പോത്ത് വാങ്ങാൻ. മുടികളച്ചൽ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല പറയാ? എന്താ പറയാ? അക്കീക്ക. മുടികളച്ചിലാണ്. പിന്നെ അക്കീക്ക ഇറക്കാനേ, കുട്ടി ജനിച്ചാൽ അക്കീക്ക ഇറത്ത് കൊടുക്കണ്ടേ? അതിന് അപ്പുറത്തെ എളാമന്റെ മോനെ പിന്നെ 100 കിലോ പോത്താണ് അറുത്ത്. നമ്മൾ കുറവ് വരുത്താൻ പറ്റുമോ? നമ്മളെന്ത് ചെയ്യണം? അത്രയെങ്കിലും വേണം. പോട്ടെ, ഒരു 80 കിലോൻ്റെയെങ്കിലും വേണ്ടേ? അല്ലെ ഒരു ആടെങ്കിലും വേണ്ടേ? ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ്? അവളുടെ വീട്ടിൽ പോയിട്ടാണല്ലോ അറക്കേണ്ടത്, മരുവളുടെ വീട്ടിൽ പോയിട്ടാണല്ലോ അറക്കേണ്ടത്. അപ്പൊ ഒരു കുറവ് കാണിക്കാൻ പറ്റില്ലല്ലോ. അതിനും എന്തെടുക്കും? പലിശ കൊടുക്കും. അപ്പൊ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എന്തായി? രണ്ടും 2 തട്ടിലായി. അത് മാത്രമല്ല, അള്ളയും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച വിഭാഗമാണത്. അങ്ങനെ ഇരിക്കുക നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അള്ളാഹിന്റെ അടുത്ത് റസൂലിന്റെ അടുത്ത് ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പലിശ വാങ്ങുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ ഒരു കാര്യം പറയും, പലിശ വാങ്ങുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. തനിക്ക് ജന്മം നൽകിയ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് പോലെയാണ് എന്ത്? പലിശ വാങ്ങുക. അതേപോലെ തന്നെ പലിശക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശക്ക് 70 ഭാഗങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ലഘുവായത് അതാണ് സ്വന്തം
മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമായത്. അതേപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന ഒരു പലിശയുടെ ഒരു ദിർഹം 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ അള്ളാന്റെ അടുക്കൽ പാപമാണ്, ഗുരുതരമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയി പലിശക്ക് എടുക്കും. പല ആവശ്യത്തിനാണ്. ഇപ്പൊ വീട്ടില് അല്ലെ നമ്മളെ ഒറ്റ ഒരു ബന്ധു, ഭർത്താവ്, മക്കള്, അല്ലെങ്കിൽ അങ്ങനെ പല നമ്മളെ ഏറ്റവും അടുത്ത കുടുംബങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് ആശുപത്രി കേസ് വന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്. ആശുപത്രി എന്ന് പറഞ്ഞു ഇന്ന് 10 ലക്ഷം റുപ്യ നാളെ കെട്ടിവെച്ചാലേ നാളെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചിലർ പോയിട്ട് എന്ത് ചെയ്യും? എടുക്കാൻ പോകും. അതേപോലെ തന്നെ ചിലരുണ്ടല്ലോ, വീട് പിന്നെ ഒന്നും കൂടി നല്ലോണം മുഞ്ചാക്കണം, റൂമിന്റെ സൗകര്യം ഒന്നും പോരാ, അല്ലെങ്കിൽ ഉള്ള കാറുണ്ടല്ലോ ആ കാർ പോരാ, ഒന്നുകൂടി ഇതിപ്പം 5 ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, 7 ആൾ പോകണം, ഒരു 7 സീറ്റർ വണ്ടിയൊക്കെ വാങ്ങണം അതിനു വേണ്ടി. അപ്പൊ പലിശക്ക് എടുക്കണത് മറ്റേ 70 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഓരോ നല്ല പിന്നെ എന്താണ് ആശുപത്രിയിൽ ഇങ്ങനെ നാളെ തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഇത്ര വേണമെന്ന് പറഞ്ഞാൽ പലിശക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിൽ കുടുങ്ങിപ്പോയി എടുക്കുന്നതും വീട് നന്നാക്കാനും കാറ് വലുതാക്കാനും അതേപോലെ തന്നെ ആർഭാടം കാണിക്കാനും അതിനൊക്കെ പോയി പലിശക്ക് എടുക്കുന്നവരുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കി. മുസ്ലിം സമൂഹത്തിൽ ഒരു എന്താ പറയാ ശ്രദ്ധയില്ലാത്ത, ഒരു ജാഗ്രത ഇല്ലാത്ത ആളുകൾ, ചില പള്ളി കമ്മിറ്റിക്കാരുണ്ട്. ആ പള്ളി കമ്മിറ്റിയിൽ പള്ളി ഇങ്ങനെ കണക്ക് മാർച്ച് മാസത്തിൽ കണക്ക് അവസാനിപ്പിച്ച് അടുത്ത കമ്മിറ്റിക്ക് പോകുമല്ലോ. ആ കമ്മിറ്റിക്ക് പോകുമ്പോൾ പള്ളിയിൽ ചിലപ്പോൾ ഒരു 5 ലക്ഷം റുപ്യ 10 ലക്ഷം റുപ്യൊക്കെ ഉണ്ടാവും. പുതിയ കമ്മിറ്റി വന്നാൽ ഈ 10 ലക്ഷം റുപ്യയിൽ എന്ത് ചെയ്യും? അങ്ങനെ നീ ഒറ്റയ്ക്ക് ഒരാളുടെ അടുത്ത് കൈ വെക്കണ്ട, എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കാന്ന് പറയും. എന്നിട്ട് 2 ലക്ഷം റുപ്യ 4-5 ആൾക്കാർ വാങ്ങും. ആ പണം പലിശക്ക് കൊടുത്തിട്ട് പിന്നെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അത് ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇതിനേക്കാളും അപ്പുറത്ത് നമ്മുടെ പൈസ കടം വാങ്ങാം. ഒരു 2 ലക്ഷം റുപ്യ ഉണ്ടാകും, ഞാനൊരു 2 ആഴ്ച കൊണ്ട് തരാട്ടാ, അല്ലെ 1 മാസം കൊണ്ട് തരാം. നമ്മളെടുത്ത് വീട്ടിലിരിക്കുന്ന പൈസ ആയിരിക്കും. അത് വാങ്ങിയിട്ട് ഇയാൾ ആ 2 ലക്ഷം റുപ്യ എന്ത് ചെയ്യും? പലിശക്ക് കൊടുത്തിട്ട് അത് വാങ്ങി പിന്നെ മുതൽ തിരിച്ചിരുന്ന വല്ലാത്ത ജാതിയാണ് ഈ ആളുകൾ. പലിശയുടെ ഒരു ശ്രദ്ധയും ഒരു ജാഗ്രതയും. എന്നാൽ ഈ വാങ്ങണവരൊക്കെ എന്തുണ്ടാവും? ചിലപ്പോൾ മിക്കവാറും പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും. നിങ്ങളിവിടുത്തെ പള്ളി കമ്മിറ്റിയെ കുറിച്ച് അല്ല പറയണട്ടാ, ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. പലിശക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആവുന്ന ആളുണ്ട്. അതിനെക്കുറിച്ച് ആ മൊയിലാർ ഒരക്ഷരമുണ്ടില്ല. അയാളുടെ ഇസ്ലാമും അയാളുടെ വിശ്വാസവും അയാളുടെ ജീവിതം എങ്ങനെയുണ്ട്? വാങ്ങണ ആൾ അവിടെ നിൽക്കട്ടെ, പറഞ്ഞു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ. ഇത് ഞാൻ പറഞ്ഞത് ഇതിനൊരു സൂചന നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വഞ്ചന ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. എന്താ വഞ്ചിക്കുക? പ്രവാചകൻ ഒരു സമയം മദീനയിലെ പട്ടണത്തിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. അപ്പൊ നല്ല ഗോതമ്പ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നബി എന്ത് ചെയ്തു? കയ്യം കിട്ടു. ഉള്ളിൽ നോക്കിയപ്പോ എന്തായി? നനഞ്ഞത്, പുറത്ത് നല്ല ഉണങ്ങിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഞ്ചിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. എന്തൊക്കെ വഞ്ചനയാണ് കച്ചവടത്തില്! പിന്നെ സാധനം വാങ്ങുന്നിടത്ത് വിൽക്കുന്നിടത്ത് പല വിധത്തിലുള്ള തട്ടിപ്പുകൾ. പിന്നെ ഡൂബി സാധനം കൊണ്ടുവന്നിട്ട് ഇതാണ് ഒറിജിനൽ എന്ന് പറയാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇതാണ് ആ സാധനം, മികച്ച സാധനം ഇതാണ്, ഇതിൽ ഒരു ലാഭമില്ല കേട്ടാ, ഞാൻ നീ ആയതുകൊണ്ട് ഉറപ്പൊക്കെ തരികയാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെ വഞ്ചനയും തട്ടിപ്പോണതിലുള്ളത്. വിശ്വാസവും ജീവിതവും എവിടെ? നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക. നമ്മൾ അയൽവാസിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോ എന്തൊക്കെ വഞ്ചനയും തട്ടിപ്പുകളാണ്. ചെറുത് എന്തപ്പോ അതിലിപ്പോ ഒരു ലാഭം ഉണ്ടാവുക? എന്നാൽ ചില ആളുകൾക്ക് ഒരു സമാധാനം കിട്ടില്ല, ആളുകളെ പറ്റിക്കാണ്ടിരുന്നാൽ. ആളുകളെ ഇത്തിരി പറ്റിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമാധാനക്കേട് ആളുകൾക്ക്, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പോ വഞ്ചനയും ചതിയും നുണ പറഞ്ഞും അങ്ങനെ നമ്മൾ നേടാൻ പാടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുന്ന പ്രവാചകന്റെ ചില വചനങ്ങളുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയില്ലാത്തതിന്റെ പേരിൽ ചില സഹാബിമാർ അല്ലെങ്കിൽ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. കൽക്കല എന്ന് പറയുന്ന ഒരു സഹാബി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ഫിന്നാർ, മുപ്പര് നരകത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോ
ആളുകളൊക്കെ ഞെട്ടി, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എന്താ കാരണം അറിയോ? ഗനീമത്ത് സ്വത്തിന്റെ കാവൽക്കാരനാണ്. ഗനീമത്ത് സ്വത്തുണ്ടല്ലോ, യുദ്ധ മുതലുകളുടെ കാവൽക്കാരനാണ്. അതിൽ നിന്ന് പിന്നെ ആ യുദ്ധ മുതലിന് ഒരു കുപ്പായം അനുവാദം ചോദിക്കാതെ മൂപ്പരെടുത്തിട്ടു. ഒരു കുപ്പായം അനുവാദം ചോദിക്കാതെ ഗനീമത്ത് മുതലിൽ നിന്ന് എടുത്തിട്ട കൽക്കല മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വഹുവ ഫിന്നാർ. അതേപോലെ തന്നെ ഖൈബറിൽ ധാരാളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഇന്നാള് മരിച്ചു എന്നിങ്ങനെ പിന്നെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരാളെ ഷഹീദായി, അയാളെ നമസ്കരിക്കാൻ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നല്ല മാറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോളി. അപ്പൊ ജനങ്ങൾ അത്ഭുതപ്പെട്ടപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞ എന്താ അറിയോ? എന്താ കാരണം? അദ്ദേഹത്തിന്റെ സ്വത്തിൽ 2 ദിർഹം പോലും വിലയില്ലാത്ത ജൂതന്റെ ഒരു മാല കണ്ടെത്തിയിട്ടുണ്ട്. മൂപ്പരുടെ സ്വത്തില് 2 ദിർഹത്തിന്റെ വിലയില്ലാത്ത ഒരു മാല, ജൂതന്റെ മാല മൂപ്പരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മയ്യിത്തിന് നിസ്കരിക്കില്ല എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ നടന്നതുപോലെ സഹാബിമാർ മരിച്ചവരെ നോക്കുകയാണ്. അങ്ങനെ ഒരാൾ മരിച്ചു. അയാളുടെ മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? കല്ലാ ഇന്നി റഅയ്തു ഫിന്നാരി ഫീ ബുർദത്തിൻ ഖലഹ. ഞാൻ അയാളെ നരകത്തിൽ കണ്ടു. എന്താണ്? ഒരു മോഷ്ടിച്ച പുതപ്പിന്റെ അതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് മൂപ്പര് നരകത്തിൽ നിൽക്കുന്നത് കണ്ടു എന്ന്, ഒരു പുതപ്പിന്റെ പേരിൽ ഞാൻ അവനെ നരകത്തിൽ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. 1 ഉറുപ്പിന്റെ വിലയില്ലാത്ത മാലയും ആ പിന്നെ യുദ്ധം മുതലിൽ നിന്ന് കിട്ടിയ ഒരു ഷർട്ടും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ പുതപ്പുകളുമൊക്കെ, അതിന്റെ പേരിലാണ് എന്ത് ചെയ്ത് പ്രവാചകൻ അവരുടെ മയ്യത്ത് നമസ്കരിക്കാതെ മാറുന്നത്, അവർ നരകത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചത്. നമ്മളുടെ ജീവിതത്തിലോ? നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളല്ല കേട്ടാ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു വർത്താനത്തിൽ ഇങ്ങനെ പറയുമല്ലോ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എവിടെന്നെങ്കിലും എന്തെങ്കിലും സാധനം കിട്ടിയാൽ എന്ത് ചെയ്തു? അതാണ്ട് എടുക്കുക. ആരുടെ അടുത്തും ചോദ്യമില്ല, ഉത്തരവില്ല. പിന്നെ കുടുംബക്കാരുടെ പറമ്പ് കൂടെ നടന്നാൽ അവിടെ കാണുന്നൊക്കെ ആരാണ്? നമ്മൾ അവകാശപ്പെട്ടതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്കും അവകാശമുള്ളൂ എന്നാണ് നമ്മുടെ നിലപാട്. അതേപോലെ തന്നെ പിന്നെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു സ്ഥലം ഒരാൾ വിറ്റു. ഒരു വിശ്വാസിയായ ഒരാളുടെ സ്ഥലം വിറ്റു. വാങ്ങിയതാരാണ്? വിശ്വാസിയായ ഒരാൾ. വാങ്ങിയ സ്ഥലത്ത് അയാൾ കളച്ചോണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു നിധി കണ്ടെത്തി. നിധി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളി പിന്നെ നാണയങ്ങൾ കുഴിച്ചിട്ട ഒരു സെഞ്ചി, അത് കിട്ടി. ആ കിട്ടിയ സെഞ്ചിയുമായിട്ട് മൂപ്പരേണ്ട ഒരു ഒറ്റ ഓട്ടാണ് എങ്ങോട്ട്? നമ്മൾക്ക് തോട്ടം വിറ്റില്ലേ അയാളുടെ വീട്ടിക്ക്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ നിന്ന് തോട്ടം വാങ്ങിയിട്ടുള്ളൂ, ഈ നിധി വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എടുത്തോ, നിങ്ങൾ പിടിച്ചോളി. മൂപ്പര് പറയാണ്, ഞാൻ ആ ഭൂമി ഇതൊക്കെ നിനക്ക് വിറ്റതാണ്, അതിനുള്ളതൊക്കെ നിന്റെയാണ്, എനിക്ക് വേണ്ട, നീ എടുത്തോ. നമ്മളെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വിചാരിക്കണേ എവിടെന്നെങ്കിലും പോകുമ്പോൾ ഇത്തിരി കുറെ സ്വർണം കിട്ടണേ, അല്ലെങ്കിൽ ആര്യല്ലാത്ത കുറെ പൈസ കിട്ടണേ, എങ്ങനെയെങ്കിലും ഞാൻ ഇതിനെ നന്നാവണേ, ആരെങ്കിലും എനിക്ക് സഹായിച്ചു തരണേ, എങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് നടക്കുന്നത്. അവരോ സാമ്പത്തിക മേഖലയിൽ നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ കുറെ മേഖലകൾ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും, നമ്മൾ വീട് നന്നാക്കുക, കല്യാണം നന്നാക്കുക, പരിപാടി നന്നാക്കുക, നോമ്പുറ നന്നാക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ താല്പര്യങ്ങളുണ്ട്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സാമ്പത്തിക മേഖലയിൽ മറ്റൊരു സംഗതിയാണ് എന്തറിയാം? കടം വാങ്ങുക. കടം തരാൻ ആളെന്ത് പറഞ്ഞ് കിട്ടുന്നവർന്നൊക്കെ വാങ്ങുക, കൊടുക്കാണ്ടിരിക്കുക. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി അത് ഉണർത്തി. എന്താ പറഞ്ഞറിയോ? ഒരാൾ 3 പ്രാവശ്യം ഷഹീദായാലും, 3 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാലും കടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യം രക്ഷപ്പെടൂല, അയാളുടെ കാര്യം രക്ഷപ്പെടുകയില്ല. അതേപോലെ തന്നെ അബൂ ഖത്താദ, അദ്ദേഹം ഒരു സഹാബി മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ തയ്യാർ. അയാൾക്ക് കടമുണ്ടോന്ന് ചോദിച്ചു. ആ കടമുണ്ടെന്ന് പറഞ്ഞു. വലിയ കടമൊന്നുമല്ല. എത്രയാണ് കടം? 2 ദിർഹം. അപ്പൊ നബി എന്ത് ചെയ്തു? മാറുന്നു. അയാൾക്ക് ഞാൻ നമസ്കരിക്കൂല, അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുന്ന പറഞ്ഞു. അങ്ങനെ അബൂ ഖത്താദ എന്ത് ചെയ്തു? നബി ഞാൻ ഏറ്റെടുത്തു ആ കടം, ഞാൻ
ആ കട ഏറ്റെടുത്തു, നിങ്ങൾ നിസ്കരിക്കും. അങ്ങനെ നബി നിസ്കരിച്ചു. ഏറ്റെടുത്തല്ലോ, ആ ശരി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാക്കൊക്കെ പറഞ്ഞ് നബി നിസ്കരിച്ചു. പിറ്റേ ദിവസം പള്ളിയിൽ വെച്ച് കണ്ടു. നബി ഖത്താദിട്ട് വെച്ചു, ഖത്താദ് നീ കടം കൊടുത്തോ? അപ്പം നമ്മളെന്താ പറയുക, ₹2 കേസ്, ഇതൊക്കെ ഇപ്പോൾ ഒരു ഇതാണോ, അത് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ നബിയുടെ മുഖം ചുവന്നുപോയി. നബി വല്ലാതെ ഗൗരവത്തിൽ അബൂ ഖത്താദയോട് പറഞ്ഞു പെട്ടെന്ന് കൊടുക്കണമെന്ന്. 2-ാം ദിവസം കണ്ടു അബൂ ഖത്താദയോട്, കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഒരു നിശ്വാസം വിട്ടിട്ട്, ആശ്വാസമായി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ പ്രവാചകൻ നിശ്വാസം വിട്ടിട്ട് പറയാണ്, ഇപ്പോഴാണ് ആ ഖബറിൽ അയാളുടെ തോല്, അയാളുടെ ചർമ്മം അത് ചൂടിൽ നിന്ന് മുക്തമായത്. ₹2 കടത്തിന് ഖബറിലെത്തിയാൽ ആ കടം കൊടുത്തു വിട്ടില്ലേ. നമ്മളെ മരിച്ചാൽ നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് പറയല്ലോ, മുപ്പർക്കായിട്ടുള്ള എന്തെങ്കിലും ബാധ്യത്തിന്റെ മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്, മക്കളെ സമീപിച്ചാൽ മതി എന്ന് അറിയല്ലോ. ആ സമീപിച്ച ₹2 കടം കൊടുത്തു വീട്ടില്ല എങ്കിൽ അത് വരെ നരകത്തിന്റെ ചൂട് എവിടെ ഉണ്ടാവും? നമ്മൾ ചിലരിന്ന് കടം വാങ്ങിയ കാര്യേ മറന്നു. നമ്മളിന്ന് വാങ്ങിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ചിലരിന്ന് വാങ്ങിയ കാര്യേ നമ്മൾ മറന്നിട്ടുണ്ട്. എത്ര 1000-ഉം 10,000-ഉം ഇതൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ കടം വാങ്ങുന്നതിന്റെ ഗൗരവം. കടം കൊടുക്കൽ വളരെ സുന്നത്തായ കാര്യമാണ് ഇസ്ലാമിൽ. കാരണം എന്താണ്, ഒരാൾ അത്യാവശ്യം വന്നിട്ടാണല്ലോ കടം ചോദിക്കുക. അവന് സ്വതക്കേക്കാൾ പ്രതിഫലം എന്തിനുണ്ട്? കടത്തിനുണ്ട്. പക്ഷെ കടം ഒരാൾ തരാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങില്ല, വളരെ സൂക്ഷിക്കേണ്ടത് ഒരു കാര്യമാണ്. അപ്പൊ സാമ്പത്തിക രംഗം നമ്മൾ കൃത്യമായി ഇസ്ലാമിന്റെ സംസ്കാരത്തിനനുസരിച്ച് ആക്കി തീർക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ അല്ല സക്കാത്തേ കൊടുക്കൂല. ചില ആളുകൾ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് നമ്മൾ കൃത്യമായി കൊടുത്തു വിട്ടേണ്ടതാണ്. പക്ഷേ ചില ആളുകളുടെ ധാരാളം സ്വതക്കകൾ കൊടുക്കും, ദാനധർമ്മം ചെയ്യും. പക്ഷെ കണക്ക് നോക്കി സക്കാത്തിൽ കൃത്യമായി കണക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. കുറെ ദാനധർമ്മം ചെയ്യുന്നത് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെടുമോ? പെടൂല, അയാൾ കുടുങ്ങും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഉമ്മയും മകളും വന്നു. അപ്പൊ അവരുടെ കയ്യിൽ നല്ല കടകവള, അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ, നല്ല കനത്തിൽ വള ഉണ്ട്. അപ്പൊ നബി ചോദിച്ചു, ഇതിന് സക്കാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കാത്ത സക്കാത്തിന്റെ ആഭരണങ്ങളെ പടച്ചോൻ നാളെ എന്ത് ചെയ്യും? ഉരുക്കി. അപ്പോ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. നല്ല കെട്ടിച്ചോണ്ട് വന്ന കുട്ടീൻ്റെ അടുത്ത് 50 സ്വർണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ സ്വർണ്ണം ഉണ്ടാവും. അതിന്റെ സക്കാത്ത് കൊടുത്തോന്ന് ചോദിക്കണം. നമുക്കാണ് കിട്ടിയിട്ടുള്ളത്, നമ്മളെ വീട്ടിൽ നിന്നാണ് കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന്റെ സക്കാത്ത് ആര് കൊടുക്കണം? ഭർത്താവൊന്നുമല്ല കൊടുക്കണ്ടത്. ആരാ കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു സംശയം വേണ്ട, സക്കാത്ത് നിർബന്ധമായും കൊടുത്തിരിക്കണം സാമ്പത്തിക മേഖലയിൽ. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, പരിശുദ്ധ ഖുർആൻ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ദാനധർമ്മങ്ങളെ കുറിച്ച് രഹസ്യമായും പരസ്യമായും ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാതെ അങ്ങനെ ധാരാളമായി കൊടുക്കാൻ പ്രവാചകൻ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങൾ മനുഷ്യനെ പിശുക്കിൽ നിന്ന് മോചിതനാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ അയാളുടെ ശരിക്കുള്ള ഇസ്ലാമിലേക്ക് അയാൾക്ക് വരാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി വെക്കുകയാണ്. എന്താണ്? ആർക്കും ചെലവഴിക്കാതെ വെക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഏറ്റവും വില കുറഞ്ഞ 3 കഷ്ണം മല്ലുത്തുണി ഉണ്ടല്ലോ, അതേ വാങ്ങിത്തരുള്ളൂ. അത് നല്ല വില കൂടിയ സാധനം ഒന്നും വാങ്ങിത്തരൂല. നമ്മൾ മരിച്ചാൽ ആ 3 കഷ്ണം തുണിയും ഏറ്റവും വില കുറഞ്ഞ മല്ലിന്റെ തുണിയെ ഇതുള്ളൂ വാങ്ങുള്ളൂ. അതുകൊണ്ട് ഈ സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സദാചാര രംഗം. സദാചാര രംഗത്ത് നമ്മൾ നല്ല ജാഗ്രതയും ശ്രദ്ധയും വേണം. ഒരിക്കലും നമ്മൾ അതിൽ അശ്രദ്ധ ഉണ്ടാവരുത്. അത് പലവിധമായ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും. പല വിധത്തിലുള്ള നോട്ടം, അതെന്താണ്? പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാണ്. ചില വർത്തമാനങ്ങൾ, ഈ വർത്തമാനങ്ങളും നോട്ടങ്ങളൊക്കെ എവിടെ എത്തിക്കും? അരുതാത്ത പ്രവർത്തനങ്ങളിലേക്ക്, അരുതാത്ത ബന്ധങ്ങളിലേക്ക് എത്തിക്കും. പുതിയ കാലത്ത് ഇതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നല്ല ജാഗ്രത ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്താനമുണ്ട്, ഫഇന്ന ലക്കൽ ഊല ലാ തത്ബഇൻ നളറത്തൻ നളറ. ഒരു നോട്ടം മറ്റൊരു നോട്ടത്തെ പിന്തുടരരുത്.
അതും നോക്കി ചിലപ്പോൾ എന്താ ചില നോട്ടത്തിൽ കണ്ടുപോകും, അല്ലെങ്കിൽ ചിലത് നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു നോർമലായ നോട്ടത്തിൽ വന്നു പോകും. പക്ഷെ പിന്നെ അതിനെ വീണ്ടും നോക്കി അങ്ങനെ പോരുത്. ഒരു നോട്ടത്തിൽ തന്നെ നിർത്താൻ കഴിയണം. കണ്ണടച്ചിട്ട് നടക്കാനല്ല പറഞ്ഞ ഇസ്ലാം. എന്താ പറഞ്ഞത്? കണ്ണ് താഴ്ത്തി നടക്കാനാണ് പറഞ്ഞത്. ആരോട്? ആണുങ്ങളോടും പെണ്ണുങ്ങളോടും. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം എന്താണ്? രണ്ട് കണ്ണും കാണാത്ത ആളാണ്, അല്ലെ? ഫുൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. ആ സഹാബി വന്നപ്പോ വീട്ടില് അസ്മ റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഔറത്ത് മറച്ചു തരും. അപ്പൊ അവര് പറഞ്ഞെന്താണ്? മൂപ്പർക്കൊന്നും കാണൂലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് കാണൂലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഔറത്ത് മറയ്ക്കുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ വസ്ത്രധാരണത്തിന്റെ ശീലങ്ങൾ, ശൈലികൾ, രീതികൾ, നാടോടുമ്പോൾ നടുവ് ഓടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തി, മുകളിലൊന്നും ഇല്ല. ആരാണ്? നിങ്ങൾ വലിയ ആളുകൾ അങ്ങനെ ധരിക്കണമെന്നല്ല പറയണത്. നമ്മളെ കുട്ടികളെ നമ്മളെങ്ങനെ ശീലിപ്പിക്കുന്നത്? നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എടുത്തു കൊടുക്കാതെ വസ്ത്രമാണോ കുട്ടികൾ ഇടുന്നത്? അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ വർത്തമാനങ്ങളിലും അവരുടെ വസ്ത്രധാരണ രീതികളിലും ഇതൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നത്? അവരുടെ ദീനും അവരുടെ വിശ്വാസവും ജീവിതവും എന്തേ രണ്ട് തട്ടിലാവുന്നു? അവരുടെ പ്രവർത്തനങ്ങൾ എന്തേ ദീനിന് നിരക്കാത്തതാവുന്നു? അവരെന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ സംസ്കാരം, തനത് സംസ്കാരം പുലർത്തുന്നില്ല? വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട പോലെ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. ആരെ കുറ്റക്കാർ? രക്ഷകർത്താക്കളാണ് കുറ്റക്കാർ. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂട്ടിക്കൊടുപ്പുകാരന് നരകത്തിലാണ്. ആരാണ് കൂട്ടിക്കൊടുപ്പുകാരൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ വീട്ടിൽ ഒരു ഹറാമ് നടക്കുകയാണ്, തന്റെ ചുറ്റുപാടിൽ തന്റെ അധികാരപരിധിയിൽ ഒരു ഹറാമ് നടക്കുകയാണ്. ആ ഹറാമ് നടക്കുമ്പോ അതിനെക്കുറിച്ച് പരിഗണിക്കാതെ മിണ്ടാണ്ട് വീട്ടിലിരിക്കുന്ന ആളല്ലേ, മൂപ്പരെ കുറിച്ചാ പറഞ്ഞു. നമ്മളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഹറാമ് നടക്കുമായിരുന്നില്ല. നമ്മളൊന്ന് ഗൗരവത്തിൽ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാ അതൊക്കെ പറയണത്? അവരായി, പുതിയ കാലായി, പുതിയ മക്കളായി, അവരുടെ രീതിയായി, ഞാൻ എന്തിനാ പറയണത്? ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പൊ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണത്? വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആളുകൾ ചില വർത്താനം പറയേണ്ടടുത്ത് പറയാത്തത് കൊണ്ടാണ് വലിയ കോലാഹലങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, വലിയ സദാചാര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചില കാഴ്ചകൾ, ചില കേൾവികൾ, ചില വർത്താനങ്ങളൊക്കെ അവർ കണ്ടിട്ട് മിണ്ടാണ്ടിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സദാചാര മേഖലയിൽ വലിയ സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്യ സ്ത്രീയും പുരുഷനും എന്താൻ പാടില്ല? ഒറ്റക്കാകാൻ പാടില്ല. മൂന്നാമനായിട്ട് ആര് വരും? പിശാച് വരും. നമ്മൾ പറയണ എന്താണ്? അത് ഞങ്ങളെ കുടുംബക്കാരല്ലേ, ഞങ്ങളെ അടുത്ത ആൾക്കാരല്ലേ, പെങ്ങളെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തുടങ്ങി ബന്ധങ്ങളൊക്കെ പറയും. നമ്മൾ പുതിയ കുട്ടികൾ പറയണല്ലേ, ഈസ് മൈ കസിൻ ബ്രദർ. എന്താണ്? അതെന്റെ കസിനാണ്, അതല്ലേ അവൻ കസിൻ സിസ്റ്ററാണ്. അവർക്ക് ഒരുമിച്ച് പോകാം, ബൈക്കിൽ പോകാം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം, സിനിമ കാണാൻ പോവാം. പല രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ ബൈക്കിൽ കയറി പോവാ. ഇസ്ലാം അനുവദിച്ചല്ല. അതേപോലെ തന്നെ വീട്ടിൽ ഭർത്താവിന്റെ അനിയനുണ്ട് എങ്കിൽ എന്താണ്? വീട്ടിലെ വേഷം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണോ? പല കുടുംബങ്ങളും തകർന്നതും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ പറയും, ഓൻ അവളെ കൂട്ടി പോയി, അല്ലെങ്കിൽ അവള് ഇവന്റെ കൂടെ പോയി, ഓ എന്താ പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ ആൾക്കാർ ഇപ്പൊ എങ്ങനെയായോ? അവരുടെ വിശ്വാസവും ജീവിതവും രണ്ട് തട്ടിലാവുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരലുകളിലെ മര്യാദകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. എന്താ കയ്യും പിടിച്ച് നടക്കാന്നാ പറഞ്ഞത് അർത്ഥം? നമ്മളെ ഇസ്ലാമിക പ്രവർത്തകരുടെ വീടുകളിൽ പോലും എന്താണ്? ഞാൻ അവനെ കെട്ടുള്ളൂ, ഞാൻ കെട്ടുകയാണെങ്കിൽ ഓളെ കെട്ടുള്ളൂ എന്ന് കുട്ടികൾ പറയാൻ തുടങ്ങി. ഇല്ല, നിങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പുതിയ കാലഘട്ടത്തിൽ നാടോടുമ്പോൾ നടുവെ ഓടിക്കൊണ്ട് എന്തായി? പലവിധ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സദാചാര രംഗത്തെ സൂക്ഷ്മതകൾ നമ്മുടെ ഇസ്ലാമിനെയും നമ്മുടെ വിശ്വാസത്തെയും തകർക്കുന്നതാണ്.
നമ്മുടെ പ്രവർത്തന രീതികളെ തകർക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാവണോ, നമ്മളുടെ ദീന് പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മൾ പലതിൻ്റെയും അടിമകളാണ്. എന്തിന്റെ അടിമകളാണ്? ഈ ഗോവർദ്ധന്റെ ഒരു പുസ്തകത്തില് പിന്നെ രാജാവ് അടിമകളെ മോചിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, പോയിക്കോളിന്ന് പറഞ്ഞു. പക്ഷേ ഈ അടിമകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല. അവരെന്താ പറഞ്ഞു? രാജാവിൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ അടിമകളായി തന്നെ ജീവിക്കാം. അമേരിക്കയിലെ അബ്രഹാം ലിങ്കൺ ഇതേപോലെ തന്നെ പിന്നെ അടിമ വ്യവസ്ഥ ഇല്ലാതാക്കിയപ്പോൾ അവിടെയുള്ള അടിമകൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ അടിമകളായി തന്നെ ജീവിക്കാം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്താ കാരണം? പലരുടെയും അടിമകളാണ്. നമ്മൾ ആരെയൊക്കെ അടിമകളാണ്? ഈ സാധനത്തിന്റെ അടിമയാണ്. ഏതു നേരവും ഇതില് നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രായമായ കുറച്ച് ആളുകളൊന്നും അതിനുണ്ടാവില്ല. പക്ഷെ കുറച്ച് പ്രായം കുറഞ്ഞ ആളുകൾ എന്താണ്? ഇതിന്റെ അടിമകളാണ്. ചിലർ അവരുടെ താല്പര്യങ്ങളുടെ അടിമകളാണ്, ആഗ്രഹങ്ങളുടെ അടിമകളാണ്. നല്ല വീട്, നല്ല കാറ്, ആ ആഗ്രഹത്തിന്റെ അടിമകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഭർത്താവിനോട് പറയും, അത് ലോൺ എടുത്തിട്ടായതുകൊണ്ട് നമുക്ക് വലിയ കാറ് വാങ്ങണം, അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, ആ സൗകര്യമാണ്, ഈ സൗകര്യമാണ്, നിങ്ങൾ എന്താച്ചാ ചെയ്തോളി. അങ്ങനെ നിങ്ങൾ ആ മാർഗത്തിൽ കൂടെ വാങ്ങണമെന്ന് പറയാം. എന്താച്ചാ ചെയ്തോളി, നമുക്കതൊന്നും അറിയില്ല, നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്ക് ഇത് ഉണ്ടായിരിക്കണം, മക്കൾക്ക് ഇന്നത് ചെയ്തു കൊടുക്കണം. കെട്ടിക്കൊടുത്ത മക്കളാണ്, അവൾക്ക് ഇന്നത് ചെയ്തു കൊടുക്കണം, നിങ്ങൾ എന്താച്ചാ ചെയ്തോളി, പൈസ ഉണ്ടായിക്കോളി. പണ്ട് അൻസാരികളായ സ്ത്രീകൾ അവരെന്താ പറഞ്ഞറിയോ? ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ പറഞ്ഞേ? പട്ടിണി ഞങ്ങള് സഹിക്കാം, നരകത്തിലെ തീ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. നമ്മൾ പറയുന്നതോ? നമ്മളെന്താ പറയണേ? എന്താച്ച ചെയ്തോളി, നിങ്ങൾ പൈസ കൊണ്ടുവരണം, ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹലാൽ ഹറാമുകൾ നോക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ താല്പര്യങ്ങളുടെയും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ താന്തോന്നിത്തരത്തിന്റെയും പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും രണ്ട് തട്ടിലായി തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു നിലക്കും നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനത്തിനും നമ്മൾ നിൽക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതെയോ. ഒരിക്കലും ഒരു പിന്നെ സഹാബി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇത്തിരി പാല് കൊടുത്തു. ഒരു പാല് കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അതിട്ട് കുടിച്ചു. കുടിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇത് എവിടുന്നാണ് കിട്ടിയത്, ഏതാണ് ഇത് മുതല് എന്ന് ചോദിച്ചപ്പോഴാണ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, മന്ത്രവാദമൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതിൽ മൂപ്പര് കുറച്ച് പൈസ തരാണ്ടായിരുന്നു, ആ പൈസ ഇപ്പൊ തന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വായിൽ വിരലിട്ട് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചത് മാത്രമല്ല, എത്രത്തോളം ഛർദ്ദിക്കാൻ പറ്റുമോ അത്രത്തോളം ഛർദ്ദിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ, ഇതിന്റെ വല്ല അംശവും എൻ്റെ ഞരമ്പുകളിലുണ്ട് എങ്കിൽ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ, പരമാവധി ചെയ്തിട്ട്. വേറൊരാൾ തന്നാണ്. നമുക്കോ മൂപ്പര് പലിശക്കാരനാണെന്ന് അറിയാം, മൂപ്പരെ വീട്ടിൽ വിരുന്ന് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മൂപ്പരും പലിശയും വേറെ, ഇത് വേറെ, നമ്മളവിടെ പോയിട്ടുണ്ട് പിന്നെ കാര്യങ്ങൾ സാധിച്ചു വരിക. എന്താണ് ഏതാണ് എന്ന് നോക്കാതെ നമ്മൾ കാര്യം സാധിച്ചു വരിക. ഇതൊരിക്കലും നമുക്ക് വിശ്വാസികൾക്ക് അനുഗുണമായ ഒരു രീതിയല്ല, പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വക കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സദാചാര രംഗത്തെ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളെ അടിമപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ചില ആളുകളുണ്ടല്ലോ, ലജ്ജ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിധമാണ് ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് ലജ്ജ ഉണ്ടാവുക? ലജ്ജയില്ലാത്തവൻ എന്തും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലജ്ജയില്ലാത്തവൻ എന്തും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം എന്താണ്? ഈ വസ്ത്രം ഇങ്ങനെ കയറി പോണില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോണില്ലേ, അതേപോലെ തന്നെ ശരീരത്തിന്റെ ആകൃതിയും മുഴുപ്പും അതിന്റെ ചുളിവുകളും വളവുകളും ഒക്കെ വ്യക്തമാകുന്ന രൂപത്തിലെ വസ്ത്രധാരണ രീതികൾ. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? ആരാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇങ്ങനെ കാണുമ്പോൾ അതിനെ തടയേണ്ടവർ പോലും അതിനെ കണ്ടില്ല എന്നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഔറത്ത് പോലും അറിയാത്ത വിധത്തിലുള്ള വസ്ത്രധാരണ രീതികൾ നെറ്റാണ് ഇപ്പോൾ പല വസ്ത്രത്തിന്റെയും പിന്നെ ഭാഗമായിട്ട് വരുന്നത്. എന്താണ്? ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണും. പണ്ട് തുണിയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. എന്താണ്? ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വളരെ നൈസായിട്ടുള്ള സാധനങ്ങളായി. വസ്ത്രധാരണ രീതിയിലുള്ള ലജ്ജ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള ഇടപഴക്കങ്ങളിലും പെരുമാറ്റങ്ങളിലുള്ള ലജ്ജ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരിച്ചു പിടിക്കണം. ഒരു മാലയിലെ ഒരു മുത്തുകൾ കോർത്തൊരു മാലയുണ്ടല്ലോ, ആ മാലയിൽ നിന്ന് അതിന്റെ കെട്ടറ്റ് പോയാൽ, അതിന്റെ നൂലറ്റ് പോയാൽ എന്ത് സംഭവിക്കും? മണികൾ
ഉതിർന്നു വീണ് തെറിച്ചു പോകും. ലജ്ജയില്ലാത്തവരിൽ നിന്ന് എല്ലാ നന്മകളും ഉതിർന്നു വീണ് തെറിച്ചു പോകും, ചിന്നിത്തെറിച്ചു പോകും. അതുകൊണ്ട് ലജ്ജ ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ആ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ കഴിയണം. അതുപോലെ തന്നെ അത് എവിടെയൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ആൺ പെൺ സൗഹൃദങ്ങൾ കോളേജിൽ, സ്കൂളിൽ, ക്യാമ്പസുകളിലൊക്കെ ആൺ പെൺ സൗഹൃദങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുടുംബത്തിനകത്തും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ലജ്ജാശീലം ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ പാലിക്കാത്തത് കൊണ്ടാണ്. നാം വളരെ ഏറെ ഗൗരവത്തിൽ നോക്കേണ്ട കാര്യമാണ് അതൊക്കെ. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും രണ്ടും രണ്ട് തട്ടിലായി പോകും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള ആഗ്രഹ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദീന് വിട്ടിട്ട് ഒരു പരിപാടിക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഏറ്റവും ഇഷ്ടവും ഏറ്റവും സൗഹൃദവും അത് ആരോടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്? അത് അള്ളാഹുവിനോടാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്താണ്? ഭാര്യയോട് വളരെ സ്നേഹവും താല്പര്യവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പലിശക്കെടുത്തിട്ടും കടം വാങ്ങിയിട്ടും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഭർത്താവിന്റെ ഒരു ആഗ്രഹത്തിനും എതിര് നിൽക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഹറാമും ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ മക്കൾ അവർ ഹറാമ് ചെയ്യാണ്, മയക്കുമരുന്നിനും മദ്യത്തിലും അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മിണ്ടൂല, നമുക്കറിയാം അതൊക്കെ. പക്ഷെ നമ്മൾ എന്തില്ല, ഇപ്പൊ പുതിയ കാലത്ത് കുട്ടികൾ എന്താ ഉപയോഗിക്കണമെന്ന് പോലെ അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഒരു ന്യൂസ് കണ്ടത്. 12 വയസ്സുകാരൻ തൻ്റെ 10 വയസ്സുള്ള അനിയത്തിക്ക് MDMA കൊടുത്തിട്ട് എറണാകുളത്ത് ആശുപത്രിയിലാണ്. അതിൻ്റെ വീട്ടിൽ നിന്ന് 3 ലക്ഷം റുപ്യ കാണാനില്ല. അത്ര ആരാണ്? 12 വയസ്സായ ഒരാൾ, ഒരു കുട്ടി. നമ്മളൊക്കെ വീട്ടിൽ പണ്ട് പെമ്മില്ലാത്ത നേരത്തെ അടുക്കളയിൽ നിന്ന് എന്തെടുക്കുക? ചക്കര വെച്ച ശർക്കരയില്ലേ, അത്, പഞ്ചസാര പാത്രം, അതിലെ ചില്ലറത്തുട്ടുകൾ. കുട്ടികൾ എന്താണ് വീട്ടിലെ ലോക്കർ പാപ്പ തുറക്കണത് ശ്രദ്ധിച്ചു നോക്കി, പല സമയത്ത് പല സന്ദർഭത്ത് അത് ശ്രദ്ധിച്ചു നോക്കി കണ്ടുപിടിച്ചിട്ട് അതിലുള്ള 3 ലക്ഷം റുപ്യാണ് എന്തിനെതിര്? മയക്കുമരുന്നിന് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടികളെ നിയന്ത്രിക്കേണ്ടവിടെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് എല്ലാം വാരിക്കോരി വാങ്ങിക്കൊടുക്കുകയാണ്. അവർ ചോദിച്ചാൽ അവർ ചോദിക്കുന്നതിനപ്പുറത്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് എന്താ പറയാ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് അങ്ങനെ ആയിരുന്നു, അനുഭവിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ മക്കളെങ്കിലും അനുഭവിക്കട്ടെ, മക്കൾക്കെങ്കിലും ഈ പ്രയാസം ഉണ്ടാവാതിരിക്കട്ടെ. ഒരു പ്രയാസവും അവരെ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ ശീലിപ്പിക്കാതെ നമ്മൾ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണം. ആ മക്കള് എങ്ങനെ ആവും പക്ഷെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തില്ല. ഇസ്ലാമിന്റെ സംസ്കാരം പകർന്നു കൊടുക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുവാൻ, അത് മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത രീതി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മക്കളെ സുബഹിക്ക് ഉറങ്ങുമ്പോ ഉറങ്ങട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എണിച്ചാൽ മതി, ഇത്ര നേരത്തെ എന്തിനാ എണീക്കുന്നത്? നമ്മളല്ലേ ശീലിപ്പിക്കുന്നത്. അവരെ സുബഹി കേടുവരുത്തുന്ന ആരാണ്? നമ്മളാണ്. അപ്പൊ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഇസ്ലാമിക സംസ്കാരം നമ്മൾ ശരിയാം വണ്ണം പകർന്നു കൊടുത്തില്ല എങ്കിൽ അവരെന്തിന്റെ അടയാളമായിട്ട് മാറും? സമൂഹത്തിലേക്ക് അവർ വരുമ്പോൾ ഇസ്ലാമിന്റെ അടയാളമായിട്ട് മാറോ അനിസ്ലാമികതയുടെ അടയാളമായിട്ട് മാറുമോ? എന്താ മാറുക? ഇസ്ലാമിന്റെ ഒരു ലക്ഷണം അവരിൽ കാണില്ല. പേരൊക്കെ നല്ല മുസ്ലിം പേരുകളായിരിക്കും, പക്ഷെ അവരുടെ ജീവിതം മുസ്ലിമിന് അനുഗുണമല്ലാത്ത ഒരു ജീവിതമായി മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും നാടോടുമ്പോൾ നടുവ ഓടുക എന്ന രീതി അനുസരിച്ച് സാമ്പത്തികവും അതേപോലെ തന്നെ സദാചാരവുപരമായ കാര്യങ്ങളിൽ പടച്ചോൻ കാണുമെന്ന ബോധമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എന്താവും? 2 തട്ടിലായി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വിശ്വാസത്തിനനുസരിച്ചാവണമെങ്കിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോട് ജീവിക്കാൻ നമുക്ക് കഴിയണം. പാൽക്കാരി പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം എന്താണ്? ഉമ്മർ കണ്ടില്ലെങ്കിലും അള്ളാഹ് കാണും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ആട്ടിടയനായ കുട്ടി, ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം എന്താണ്? യജമാനൻ അറിയില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയും എന്ന ബോധമാണ്. നമ്മൾ അയ്മുട്ടിക്കാരനെ നമ്മളെ ആദ്യം പറഞ്ഞില്ലേ, അയ്മുട്ടിക്കാക്ക് എന്താ പറഞ്ഞത്? പടച്ചോൻ കാണും. ആ പടച്ചോൻ കാണും എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം
നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അനുഗുണമായി മാറുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ താല്പര്യവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി വേണം. ആ കാര്യം അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തോടു കൂടി വേണം. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, നമ്മൾ വാപ്പാക്കും ഉമ്മാക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യോ? നമ്മൾ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ വാപ്പാനും ഉമ്മാനും അശേഷം വിലമതിക്കുന്നില്ല, അവരെ നിർത്തി അപമാനിക്കുകയാണെന്നാണ് അർത്ഥം, അല്ലെ? അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അവരുടെ മുന്നിൽ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാല് അവരെ അവഹേളിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസിയുടെ ജീവിതം ഏത് ഘട്ടത്തിലും നാഥന്റെ കൺമുന്നിലാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിശ്വാസവും ജീവിതവും ഒന്നാകുവാനുള്ള വഴി. എവിടെയൊക്കെ നാം അള്ളാഹുവിനെ മറക്കുന്നു, എവിടെയൊക്കെ ദീനിന്റെ കൽപ്പനകളെ മറക്കുന്നു, എവിടെയൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്ക് നാം മുൻഗണന നൽകുന്നു, എവിടെയൊക്കെ പ്രവാചക അധ്യാപനങ്ങൾ നമ്മൾ മറക്കുന്നു, അവിടെയൊക്കെ നമ്മുടെ വിശ്വാസം ഏട്ടിലെ പശുവാവും, അത് പുല്ലൊന്നുമില്ല. എവിടെയൊക്കെ നാം അതിനെ സമ്മേളിപ്പിച്ച് ചേർത്ത് ദീനനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നുവോ അവിടേക്ക് എന്താണ്? അള്ളാഹു നമ്മളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ചാണെടുത്താൽ അള്ളാഹു എന്ത് ചെയ്യും? ഒരു മുഴ എടുക്കും. നിങ്ങൾ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ എത്ര തീരുമാനിക്കുന്നോ അതിന്റെ ഇരട്ടി ആരെടുക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടക്കും. നമ്മൾ നടന്നു പോയാൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരും. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിന്റെ സമാധാനത്തിലേക്ക്, അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് നൽകുന്ന പരലോക വിജയത്തിലേക്ക് അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ പോണം? നമ്മുടെ ജീവിതത്തെ ഇബാദത്താക്കി മാറ്റിക്കൊണ്ട്, ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഖിലാഫത്ത് എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്ത് ചെയ്യും? ചോദിക്കപ്പെടും. ഒരു ഭരണാധികാരി ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും, ഒരു പുരുഷൻ തന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടും, ഒരു സ്ത്രീ ഭർത്താവിന്റെ മുതലിനെ കുറിച്ചും മക്കളെ കുറിച്ചും ചോദിക്കപ്പെടും. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് വിശ്വാസവും ജീവിതവും ഒന്നായി മാറും, വ്യത്യാസമില്ലാത്തതായി മാറും. പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നാം മുന്നോട്ട് പോകുക. അള്ളാഹു അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാഥന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ തൃപ്തികളെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ റബ്ബ് നമ്മെ തുണയ്ക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാൽ ഹറാമുകൾ നോക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾ അറിവില്ലാതെ ചെയ്തതാണ്, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബെ. അള്ളാഹുവേ, ലളിതമായ വിചാരണയിലൂടെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ റബ്ബെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിറച്ചേരണേ റബ്ബെ. അള്ളാഹുവേ, ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളായി വിശ്വാസം മുറുകെ പിടിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഇന്നല്ലാഹു വൽ ഗഫൂറുർ റഹീം.